നമ്മൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ബേസിക് പോസ്റ്റുലേറ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതായത് ഇഫ് യു കൺഫൈൻ യുവർ സെൽഫ് ടു സ്മോൾ ഇനഫ് റീജിയൻസ് ഇൻ സ്പേസ് ടൈം ദെൻ യു കനോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആൻ ആക്സിലറേറ്റഡ് ഫ്രെയിം ആൻഡ് എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് പറയുന്നത്. ഓക്കെ, അതായത് ലോക്കലി നടത്തുന്ന എക്സ്പെരിമെന്റ്സിലൂടെ ആക്സിലറേറ്റഡ് റെഫറൻസ് ഫ്രെയിമിനെ നമുക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ എഫക്ട്സിൽ നിന്ന് വേർതിരിച്ച് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് നമ്മൾ ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇനി ഈ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസിൽ നിന്ന് ഐൻസ്റ്റൈൻ എത്തിയ കൺക്ലൂഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രാവിറ്റിയെ നമുക്കൊരു ഫോഴ്സ് ആയിട്ട് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. അതായത് വേറെ ഏതൊരു ഫോഴ്സ് എടുത്താലും ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നമുക്ക് ആ ഫോഴ്സ് കാരണമുള്ള ആക്സിലറേഷൻ ഡിഫൈൻ ചെയ്യാം. അതേസമയം ഗ്രാവിറ്റേഷണലി ന്യൂട്രൽ എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ഇല്ല. Everything is affected by gravity and everything is affected in exactly the same way by gravity. Right? എല്ലാം ഒരേ രീതിയിലാണ് അഫക്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ ഇല്ല, അത് കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റംസ് നമുക്ക് ചൂസ് ചെയ്യാം. ഇതും വേറൊരു ഫോഴ്സിന്റെ കാര്യത്തിലും ശരിയല്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട് എന്ന് തന്നെ കരുതുകയാണെങ്കിലും we can choose certain coordinate systems in which this acceleration completely disappears or all effects of gravity completely disappear. Right? Again, as long as you confine yourself to small enough regions in space-time. ഇത് വേറൊരു ഫോഴ്സിന്റെയും കാര്യത്തിൽ ശരിയല്ല. കാരണം നമ്മൾ വേറെ ഏതൊരു ഫോഴ്സ് എടുത്താലും there will be an acceleration in every frame. എല്ലാ ഫ്രെയിമിലും അതിന്റെ എഫക്ട്സ് നമുക്ക് കാണാൻ കഴിയേണ്ടതാണ്. അപ്പൊ ഇതുകൊണ്ടെല്ലാം തന്നെ ഗ്രാവിറ്റി എന്ന് പറയുന്ന എഫക്റ്റ് ബാക്കിയുള്ള ഫോഴ്സസിൽ നിന്നും ഫണ്ടമെന്റലി ഡിഫറെന്റ് ആണ്. അതിനെ ഒരു ഫോഴ്സ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ എത്തിയ കൺക്ലൂഷൻ. അപ്പൊ അടുത്ത ചോദ്യം, ഒരു ഫോഴ്സ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഗ്രാവിറ്റി എന്നുള്ളതാണ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പറയുന്നത് ഒരേ ഇനീഷ്യൽ വെലോസിറ്റി ഉള്ള എല്ലാ ഒബ്ജക്ട്സും നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് സ്പേസിലാണ് നോക്കുന്നതെങ്കിൽ അവിടെയുള്ള സെയിം കണ്ടീഷൻസിലുള്ള എല്ലാ ഒബ്ജക്ട്സും ഒരേ ട്രജക്ടറിയാണ് ഫോളോ ചെയ്യാന്ന് കാണാൻ കഴിയും. സ്പേസ് ടൈമിൽ അത് ഫോളോ ചെയ്യുന്ന ട്രജക്ടറി സെയിം ആണ്. ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും സെയിം ഇനീഷ്യൽ കണ്ടീഷൻസ് ആണെങ്കിൽ എക്സാക്ട്ലി സെയിം ട്രജക്ടറി ആയിരിക്കും ഫോളോ ചെയ്യുക. റൈറ്റ്? ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ്. ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വളരെ മാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും വളരെ മാസ് കുറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിലും ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ഫോളോ ചെയ്യുന്ന സ്പേസ് ടൈം ട്രജക്ടറി, സ്പേസ് ടൈമിലൂടെയുള്ള അതിന്റെ പാത്ത് എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആണെന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇഫ് എവറി ഒബ്ജക്ട് ഇൻ ദ സെയിം കണ്ടീഷൻസ് ടേക്ക് എക്സാക്ട്ലി ദ സെയിം ട്രജക്ടറി ഇൻ എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ദെൻ മേ ബി ദീസ് പാത്സ് ടെൽ us സംതിങ് അബൌട്ട് ദ അണ്ടർലൈങ് സ്പേസ് ടൈം. അപ്പൊ ഈ ഒബ്ജക്ട്സിന്റെ സഞ്ചാരപഥം യഥാർത്ഥത്തിൽ സ്പേസ് ടൈമിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് എന്ന കൺക്ലൂഷനിലാണ് ഐൻസ്റ്റൈൻ എത്തുന്നത്. അതായത് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വേറൊരു ഫോഴ്സ് അല്ല. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പോലെ സ്പേസ് ടൈം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സ്പേസ് ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വേറൊരു ഫോഴ്സ് ഇല്ല. പക്ഷേ സ്പേസ് ടൈമിന്റെ തന്നെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ്, ഒരു അണ്ടർലൈങ് പ്രോപ്പർട്ടി ആയിട്ട് കാണാം എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ പറയുന്നത്. ഈ ഈക്വലൻസ് പ്രിൻസിപ്പിളിന്റെ വേറൊരു കോൺസിക്വൻസ് ആണ് ബെൻഡിങ് ഓഫ് ലൈറ്റ്. അതായത് പ്രകാശം ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ വളയും എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഇത് നമുക്ക് ഈക്വലൻസ് പ്രിൻസിപ്പിളിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കാം. അഗൈൻ കൺസിഡർ എ ക്യാബിൻ ദാറ്റ്സ് ബീങ് ആക്സിലറേറ്റഡ് in this direction with acceleration a vector, with a uniform acceleration a vector. ഈ ക്യാബിന്റെ ഒരു സൈഡിൽ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഇതിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ ഈ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് എടുക്കുന്നതെന്ന് കാണാൻ കഴിയും. പക്ഷെ അതേസമയം ഈ ക്യാബിൻ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ലൈറ്റ് ബീം എമിറ്റ് ചെയ്ത മൊമെന്റിലുള്ള വെലോസിറ്റി അല്ല കുറച്ച് കഴിയുമ്പോൾ ഉള്ളത്, ഇതിന്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ പുറമേ നോക്കുമ്പോൾ ഈ ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് എടുക്കുന്നതെങ്കിലും ഈ ക്യാബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ യു വിൽ സീ ദാറ്റ് ഇതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്തല്ല ലൈറ്റ് പതിക്കുക, പകരം കുറച്ച് താഴേക്ക് ഡിഫ്ലക്റ്റഡ് ആയിട്ടാണ് പതിക്കുന്നതായിട്ട് ഈ ക്യാബിനിൽ നിന്ന് കാണാൻ കഴിയുക. കാരണം പുറമേ നോക്കുമ്പോൾ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് എടുക്കുന്നതെങ്കിലും ക്യാബിൻ ഇറ്റ്സെൽഫ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഈ ക്യാബിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ലൈൻ വളഞ്ഞാണ് കാണപ്പെടുക. അപ്പോൾ ഈ ആക്സിലറേറ്റഡ് ഫ്രെയിമിൽ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലും ലൈറ്റ് ബെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാലം നമ്മൾ പഠിച്ചത് പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ലൈൻ
സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് പ്രകാരം പ്രകാശം ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ വളഞ്ഞ് സഞ്ചരിക്കണം, വളഞ്ഞ സഞ്ചാരപാത സ്വീകരിക്കണം. ഇനി ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രകാശം ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ വളഞ്ഞ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം നമുക്ക് ഇങ്ങനെ പറയാം. ഈ ലൈറ്റിന്റെ ട്രജക്ടറി ആക്ച്വലി നമ്മളെ കാണിക്കുന്നത് സ്പേസ് ടൈം എങ്ങനെയാണെന്നുള്ളതാണ്. ഈ ട്രജക്ടറിയിൽ നിന്ന് സ്പേസ് ടൈമിന്റെ ജിയോമെട്രിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സ്പേസ് ടൈമിന്റെ ജിയോമെട്രി തന്നെ വളഞ്ഞതാണെങ്കിൽ, അല്ലെ കർവ്ഡ് ജിയോമെട്രിയാണ് സ്പേസ് ടൈമിനുള്ളതെങ്കിൽ, ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രകാശം എന്നല്ല ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും ഈ കർവേച്ചർ ഫോളോ ചെയ്യാൻ നിർബന്ധിതരാകും. ഇത് വളരെ റഫ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. പക്ഷെ അതിന്റെ കൺക്ലൂഷൻ നമ്മൾ ഐൻസ്റ്റൈന്റെ കൺക്ലൂഷൻ ഇതാണ്: ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അല്ല, പകരം സ്പേസ് ടൈമിന്റെ കർവേച്ചർ ആണ്, സ്പേസ് ടൈമിന്റെ ഒരു സ്ട്രക്ചർ ആണ്. സ്പേസ് ടൈം ഏതോ രീതിയിൽ വളഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ വളഞ്ഞ ജിയോമെട്രി നമുക്ക് പരിചയമുള്ളതാണ്. ഇപ്പൊ നമ്മൾ എർത്തിന്റെ സർഫസ് നോക്കുകയാണെങ്കിൽ വളഞ്ഞ ഒരു പ്രതലമാണ്. ഭൂമിയുടെ സർഫസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ ലൈൻസ് അടുത്തടുത്ത് വരുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെ ഒരു ട്രയാങ്കിൾ, എർത്തിന്റെ സർഫസിൽ ഒരു വലിയ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ആംഗിൾസ് 3 ആംഗിളും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ എർത്തിന്റെ സർഫസിലൂടെ നീങ്ങുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇപ്പൊ നമ്മൾ വളരെ നേരെ നടക്കുകയാണ് എർത്തിന്റെ സർഫസിലൂടെ. ഓക്കെ, നമ്മൾ നേരെയാണ് നടക്കുന്നത്, നമ്മൾ നേരെ മുന്നോട്ടാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ കരുതുന്നത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് ഫോളോ ചെയ്യുന്നതാണ്. പക്ഷെ എർത്തിന്റെ സർഫസ് കർവ്ഡ് ആയത് കാരണം തീർച്ചയായിട്ടും ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, നേരെയാണ് നമ്മൾ നടക്കുന്നതെങ്കിലും നമ്മുടെ ട്രജക്ടറി ആക്ച്വലി കർവ്ഡ് ആണെന്ന് കാണാൻ കഴിയും. അപ്പൊ ഇതേ രീതിയിൽ കർവ്ഡ് ട്രജക്ടറി എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ള ഒബ്ജക്ട്സ് ഫോളോ ചെയ്യുന്ന ട്രജക്ടറി കർവ്സ് ആണ്. സ്പേസ് ടൈമിൽ ഫോളോ ചെയ്യുന്ന ട്രജക്ടറി വളഞ്ഞ ട്രജക്ടറീസ് ആണ് എന്നതിൽ നിന്ന് സ്പേസ് ടൈമിന്റെ ജിയോമെട്രി തന്നെ വളഞ്ഞാണ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇതൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഒന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് എ മോട്ടിവേഷൻ. വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഐൻസ്റ്റൈൻ എത്തിയ കൺക്ലൂഷൻ ഇതാണ്: ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ കർവേച്ചർ ആണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു അത് സ്പേസ് ടൈമിന്റെ ജിയോമെട്രിയെ കുറിച്ചുള്ള ഒരു തിയറിയാണ്, സ്പേസ് ടൈമിന്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു തിയറിയാണെന്നുള്ളതാണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നമ്മൾ പഠിച്ചത് സ്പേസ് ടൈമിന്റെ ജിയോമെട്രി നമുക്ക് ഈ ഇക്വേഷനിലൂടെ റെപ്രസെന്റ് ചെയ്യാമെന്നുള്ളതാണ്, ഈ ഡിസ്റ്റൻസ് റിലേഷനിലൂടെ റെപ്രസെന്റ് ചെയ്യാമെന്നുള്ളതാണ്. ഈ ജിയോമെട്രിക്ക് ഒരു പേരുണ്ട്, ദിസ് ഇസ് കോൾഡ് മിങ്കോവ്സ്കി ജിയോമെട്രി. ഇത് സ്പേസ് ടൈമിന്റെ ജിയോമെട്രി, നമ്മൾ സ്പേസിനെ കുറിച്ചല്ല പറയുന്നത്, സ്പേസ് ടൈമിനെ കുറിച്ചാണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്നപ്പോൾ സ്പേസിനെയും ടൈമിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. They form a space-time with a particular geometry given by this equation, this relation. പൈത്തഗോറസ് തിയറം യൂക്ലിഡിയൻ ജിയോമെട്രിയെ ഡിഫൈൻ ചെയ്യുന്ന പോലെ, യൂക്ലിഡിയൻ ആയിട്ടുള്ള ഒരു സർഫസിൽ പൈത്തഗോറസ് തിയറം വാലിഡ് ആകുന്ന പോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്പേസ് ടൈമിൽ വാലിഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് റിലേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് പ്രോപ്പർ ടൈമുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ഒരു ഫ്ലാറ്റ് സ്പേസ് ടൈം അല്ല, ഫ്ലാറ്റ് സ്പേസിൽ പൈത്തഗോറസ് തിയറം വാലിഡ് ആണ് നമുക്കറിയാം, യൂക്ലിഡിയൻ സ്പേസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതേസമയം നമ്മൾ എർത്തിന്റെ സർഫസിൽ, അതുപോലെ കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസിലാണ് ഈ രീതിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നെങ്കിൽ അവിടെ പൈത്തഗോറസ് തിയറം വാലിഡ് ആകില്ല. അതായത് പൈത്തഗോറസ് തിയറം വാലിഡ് ആണ് എന്നുള്ളത് ആക്ച്വലി കാണിക്കുന്നത് അണ്ടർലൈങ് ആയിട്ടുള്ള ജിയോമെട്രിയെ കുറിച്ചാണ്. പൈത്തഗോറസ് തിയറം വാലിഡ് ആണെങ്കിൽ അതിന്റെ അർത്ഥം അണ്ടർലൈങ് ജിയോമെട്രി ഫ്ലാറ്റ് ആണെന്നുള്ളതാണ്. അതേ രീതിയിൽ ഈ ഇക്വേഷൻ, ഈ ഡിസ്റ്റൻസ് റിലേഷൻ വാലിഡ് ആണെങ്കിൽ അണ്ടർലൈങ് സ്പേസ് ടൈം ഫ്ലാറ്റ് ആണ്. ദിസ് കറസ്പോണ്ട്സ് ടു ഫ്ലാറ്റ് സ്പേസ് ടൈം. ഓക്കെ, ഐൻസ്റ്റൈൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പറയുന്നതാണ് സ്പേസ് ടൈം, അണ്ടർലൈങ് സ്പേസ് ടൈം യഥാർത്ഥത്തിൽ ഫ്ലാറ്റ് അല്ല. അപ്പൊ ഇതൊരു അപ്രോക്സിമേഷൻ മാത്രമാണ്. അതായത് നമ്മളിപ്പോൾ എഗെയിൻ എർത്തിന്റെ സർഫസ് എടുക്കുകയാണെങ്കിൽ ചെറിയ റീജിയൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എർത്തിന്റെ സർഫസിൽ ചെറിയ റീജിയൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കർവേച്ചർ മനസ്സിലാവില്ല, ഫ്ലാറ്റ് ആയിട്ടാണ് കാണാൻ കഴിയുക. ഇപ്പൊ നമ്മുടെ പ്രാക്ടിക്കൽ പേർപ്പസസിന് നമുക്ക് എർത്തിന്റെ കർവേച്ചർ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എർത്തിന്റെ സർഫസിൽ ചെറിയൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അവിടെ പൈത്തഗോറസ് തിയറം വാലിഡ് ആണെന്ന് കാണാൻ കഴിയും. അതേ രീതിയിൽ ഐൻസ്റ്റൈൻ പറയുന്നത് ഇത് ചെറിയ റീജിയൻസിൽ മാത്രം വാലിഡ് ആകുന്ന റിലേഷൻ ആണ്. കാരണം ചെറിയ സഫീഷ്യന്റ്ലി സ്മോൾ റീജിയൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ സ്പേസ് ടൈം ഫ്ലാറ്റ് ആയിരിക്കും, അവിടെ ഇക്വേഷൻ വാലിഡ് ആയിരിക്കും. ജസ്റ്റ് ലൈക്ക് പൈത്തഗോറസ് തിയറം വിൽ ബി വാലിഡ് ഇൻ സ്മോൾ റീജിയൻസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് പറയുന്നത് ചെറിയ റീജിയൻസിൽ സ്പേസ് ടൈം ഫ്ലാറ്റ് ആണെന്നുള്ളതാണ്. സ്മോൾ ഇനഫ് റീജിയൻസ് എടുക്കുകയാണെങ്കിൽ സ്പേസ് ടൈം ഫ്ലാറ്റ് ആണെന്നുള്ളതാണ്. പക്ഷെ വലിയ റീജിയൻസ് എടുക്കുമ്പോൾ ഈ ഫ്ലാറ്റ് ആണെന്നുള്ള ഐഡിയ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. you have to find the geometry of space-time based on
ദ സിറ്റുവേഷൻസ്, റൈറ്റ്. അതായത് അവിടെ എത്ര മാസ് ഉണ്ട്, എത്ര എനർജി ഉണ്ട് എന്നീ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അണ്ടർലൈങ് ആയിട്ടുള്ള ജോമെട്രി നമ്മൾ കണ്ടുപിടിക്കണം. റൈറ്റ്. ചെറിയ റീജിയൻസ് എടുക്കുകയാണെങ്കിൽ ഈ ജോമെട്രി നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വാലിഡ് ആകുന്നത്. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസിന് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, സ്പേസ് ടൈമിലെ ചെറിയ റീജിയൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വാലിഡ് ആണ്. റൈറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഇവിടെ നമ്മൾ നേരത്തെ എഴുതിയ മിങ്കോവ്സ്കിയുടെ ഡിസ്റ്റൻസ് റിലേഷൻ എന്ന് പറയുന്നത് ലോക്കലി മാത്രം ശരിയായിട്ടുള്ള ഒരു റിലേഷൻ ആണ്. ഈ ജോമെട്രി എന്ന് പറയുന്നത് മാറ്റർ എനർജി, നമ്മൾ ന്യൂട്ടോണിയൻ ഗ്രാവിറ്റിയുടെ സോഴ്സ് ആയിട്ട് മാസ് ആണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം റിലേറ്റിവിറ്റിയിലേക്ക് പോകുമ്പോൾ മാസ് എന്ന് പറയുന്ന എനർജിയുടെ വേറെ ഫോം മാത്രമാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് മാസ് മാത്രമായിട്ട് എടുക്കാൻ കഴിയില്ല, എനർജി, മാറ്റർ എനർജി എന്ന് നമുക്ക് പറയാം. റൈറ്റ്. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ കൺക്ലൂഷൻ ഇതാണ്, സ്പേസ് ടൈമിന്റെ ജോമെട്രി എന്ന് പറയുന്നത് മാറ്റർ അല്ലെങ്കിൽ എനർജി, ജനറലി മാറ്റർ എനർജിയുടെ എക്സിസ്റ്റൻസ് കൊണ്ട് മാറുന്ന ഒരു കാര്യമാണ്. സ്പേസ് ടൈം ഇസ് ഇൻ ജനറൽ കർവ്ഡ്. അപ്പൊ ഈ ചിത്രത്തിലൂടെ നമുക്കത് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ഇവിടെ ഇതൊരു 2 ഡയമെൻഷണൽ ഫ്ലാറ്റ് സ്പേസ് ടൈം ആണെന്ന് കരുതുക. റൈറ്റ്. ഒരു ആക്സിസിൽ ടി എന്ന് എഴുതിയിട്ടുണ്ട്, വേറെ ആക്സിസിൽ എക്സ് എന്നുണ്ട്. റൈറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫ്ലാറ്റ് സ്പേസ് ടൈമിലൂടെ ഉള്ള കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ട്രാജക്ടറി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. റൈറ്റ്. അതേസമയം ഫ്ലാറ്റ് സ്പേസ് ടൈമിൽ തന്നെ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ, ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിന്റെ ട്രാജക്ടറി ഒരു വളഞ്ഞ വരയാണ്. സ്പേസ് ടൈം ട്രാജക്ടറി എടുത്ത് നോക്കുകയാണ് മനസ്സിലാവും. സ്പേസ് ടൈം പ്ലോട്ട്സ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ സ്പേസ് ടൈം ട്രാജക്ടറി എന്ന് പറഞ്ഞ ഒരു വളഞ്ഞ വരയാണ്. റൈറ്റ്. അപ്പോൾ ഈക്വലൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇത് ശരിയാണെങ്കിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ, അവിടെ ആക്സിലറേഷൻ ഇല്ല, ഫോഴ്സ് ഇല്ല, ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ സഞ്ചരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ട്രജക്ടറിയും വളഞ്ഞതായിരിക്കും. അപ്പോൾ ഈ വളവ് ആക്ച്വലി നമുക്ക് പറഞ്ഞു തരുന്നത് സ്പേസ് ടൈം ഇറ്റ് സെൽഫ് വളഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. റൈറ്റ്. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്പേസ് ടൈമിന് ഒരു കർവേഴ്സ് ഉണ്ട്. ഈ കർവേഴ്സിന് കാരണം അവിടെയുള്ള അവിടെയുള്ള മാറ്ററിന്റെ പ്രസൻസ് ആണ്. റൈറ്റ്. എനർജി, റൈറ്റ്, അവിടെയുള്ള എനർജിയുടെ അല്ല മാസിന്റെ പ്രസൻസ് ആണ്. റൈറ്റ്. അപ്പോൾ ഈ സ്പേസ് ടൈമിന്റെ കർവേച്ചർ, സ്പേസ് ടൈം കർവ്ഡ് ആണെങ്കിൽ ഈ രീതിയിലുള്ള വളഞ്ഞ ട്രജക്ടറീസ് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല. ഐൻസ്റ്റൈൻ എത്തുന്ന കൺക്ലൂഷനാണ് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് ആണ് ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല. പിന്നെ എന്താണ് ഗ്രാവിറ്റി? ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിന്റെ കർവേച്ചർ ആണ്. സ്പേസ് ടൈമിന്റെ കർവേച്ചറിന് കാരണമാകുന്ന എന്താണ്? അവിടെയുള്ള മാറ്റർ എനർജി ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഇൻ ജനറൽ അവിടെയുള്ള എനർജി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ. ഇനി ഇതിനെല്ലാം ഒരുമിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ വേണം. ഈ ഇക്വേഷന്റെ ഒരു സൈഡിൽ ഐൻസ്റ്റൈൻ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ്, ഒരു സൈഡിൽ സ്പേസ് ടൈമിന്റെ ജോമെട്രി ആണ്. അതിന്റെ റൈറ്റ് സൈഡ്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ജോമെട്രി ആണെങ്കിൽ റൈറ്റ് സൈഡിൽ അവിടെയുള്ള മാറ്റർ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ലെറ്റ്സ് എ മാസ്, എനർജി എറ്റ്സെട്ര ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മാറ്റർ എനർജി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനനുസരിച്ച് സ്പേസ് ടൈമിന്റെ ജോമെട്രി മാറും എന്നുള്ളതാണ് ഐൻസ്റ്റൈന്റെ കൺക്ലൂഷൻ. അപ്പൊ ഇതിങ്ങനെ വെറുതെ പറയുകയല്ല, ഇതിനെ കൃത്യമായിട്ട് വിവരിക്കുന്ന ഒരു ഇക്വേഷൻ ഐൻസ്റ്റൈൻ എഴുതുന്നുണ്ട്. ഇതാണ് ഐൻസ്റ്റൈൻസ് ഫീൽഡ് ഇക്വേഷൻ എന്നറിയപ്പെടുന്നത്. ഐൻസ്റ്റൈൻ ഫീൽഡ് ഇക്വേഷനിൽ ഈ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് സ്പേസ് ടൈമിന്റെ ജോമെട്രിയെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ്. റൈറ്റ് സൈഡിലുള്ളത് അവിടെയുള്ള മാറ്റർ എനർജി ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആർ മ്യൂന്യു മൈനസ് ഹാഫ് ആർ ജി മ്യൂന്യു ഇസ് ഈക്വൽ ടു 8 പൈ ജി ഡിവൈഡ് ബൈ 0 ടി മ്യൂന്യു. ഇതാണ് ഐൻസ്റ്റൈൻസ് ഫീൽഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അതായത് ഒരു പോയിന്റിലുള്ള മാറ്റർ, ഒരു റീജിയനിലുള്ള മാറ്റർ എനർജി ഡിസ്ട്രിബ്യൂഷൻ, അതിനെ ഈ ഒരു ഒബ്ജക്റ്റിലാണ് നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത്. ഓക്കെ. മാറ്റർ എനർജി ഡിസ്ട്രിബ്യൂഷന്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. ഇൻ പ്രിൻസിപ്പിൾ വി ക്യാൻ സോൾവ് ദിസ്. അത് നോർമലി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഇതിന്റെ സൊല്യൂഷൻസ് വളരെ കുറഞ്ഞ എണ്ണ സിറ്റുവേഷൻസിൽ മാത്രമേ ഇതിന് സൊല്യൂഷൻ ഉള്ളൂ. ഓക്കെ. പക്ഷേ ഇൻ പ്രിൻസിപ്പിൾ ഈ മാറ്റർ എനർജി ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞാൽ നമുക്ക് ഐൻസ്റ്റൈൻ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാം, ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ജോമെട്രി കിട്ടുന്നുള്ളതാണ്. അതായത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ സ്പേസ് ടൈമിന്റെ ജോമെട്രി ഗിവൺ ആണ്, ഫ്ലാറ്റ് മിങ്കോവ്സ്കി ജോമെട്രി ആണ്. അതേസമയം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ ജോമെട്രി നമുക്ക് മുൻകൂട്ടി അറിയില്ല. ജോമെട്രി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയുള്ള മാറ്റർ എനർജി ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞിട്ട് ഈ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്ത് അത് സോൾവ് ചെയ്യണം. ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒബ്ജക്ട്സ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഒബ്ജക്ട്സിനെ ടെൻസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ക്വാണ്ടിറ്റി ഇതിനെ റിച്ചി ടെൻസർ എന്ന് പറയും. ഇതിനെ റിച്ചി സ്കേലാർ എന്ന് പറയും. ജി മ്യൂന്യു ആണ് മെട്രിക്, സ്പേസ് ടൈമിന്റെ മെട്രിക് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിന്റെ മാത്തമാറ്റിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുന്നില്ല. വളരെ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി എഴുതുന്നു എന്ന് മാത്രം. ഇത്
യഥാർത്ഥത്തിൽ ഇത് പഠിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ട്രെയിനിങ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ മാത്രം ശ്രമിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഒബ്ജക്ട്സിനെല്ലാം കൂടെ കർവേച്ചർ ഓഫ് സ്പേസ് ടൈം എന്ന് പറയുന്നത്. സ്പേസ് എന്ന് എഴുതിയിട്ടുള്ള ഇറ്റ്സ് ആക്ച്വലി കർവേച്ചർ ഓഫ് സ്പേസ് ടൈം. Curvature of space-time is equal to a constant multiplied by the mass energy distribution or mass energy density എന്നുള്ളതാണ് ഐൻസ്റ്റൈൻ്റെ ഫീൽഡ് ഇക്വേഷൻ പറയുന്നത്. അതായത് F equal to ma എന്ന് പറയുന്ന പോലെ തന്നെ, ഫോഴ്സ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സിലറേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ കർവേച്ചർ ഇസ് ഈക്വൽ ടു മാസ് എനർജി ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റന്റ്. ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ഇവിടെ ന്യൂട്ടൺസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂട്ടൺസ് കോൺസ്റ്റന്റ് ഉണ്ട്. ഡിനോമിനേറ്ററിൽ നോക്കുകയാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡാണുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു ഐൻസ്റ്റൈൻ്റെ മോട്ടിവേഷൻ ഒരു സ്പെഷ്യൽ തിയറി ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രാവിറ്റിയുടെ തിയറി കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഇവിടെ ഗ്രാവിറ്റിയെ കുറിക്കുന്ന കാര്യങ്ങളുണ്ട്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം ഉണ്ട്. ഓക്കെ, ഇനി മാറ്റർ എനർജി ഒന്നുമില്ല, കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിട്ടുള്ള സ്പേസ് ടൈം ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണെങ്കിൽ നമുക്ക് സ്പേസ് ടൈം ഫ്ലാറ്റ് ആണെന്ന് കാണാൻ കഴിയും. റൈറ്റ്, വിൽ സീ ദാറ്റ് സ്പേസ് ടൈം ഹാസ് എ ഫ്ലാറ്റ് ജിയോമെട്രി. അത് മിങ്കോവ്സ്കി ജിയോമെട്രി ആണെന്ന് കാണാൻ കഴിയും. റൈറ്റ്, മിങ്കോവ്സ്കി ജിയോമെട്രി എന്ന് പറയുന്ന ഫ്ലാറ്റ് ജിയോമെട്രിക് എക്സാമ്പിൾ ആണ്. യൂക്ലിഡിയൻ ജിയോമെട്രിയിൽ നിന്ന് ഡിഫറെന്റ് ആണ്, ബട്ട് ഇറ്റ്സ് ഓൾസോ ഫ്ലാറ്റ് ജിയോമെട്രി. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല, പകരം സ്പേസ് ടൈമിന്റെ ജിയോമെട്രിയാണ്. ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ എന്നുള്ള കാര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പിൾ വീഴുന്ന കാര്യം തന്നെ എടുക്കാം, പഴയ ന്യൂട്ടന്റെ ആപ്പിൾ. ആപ്പിൾ വീഴുമ്പോൾ അത് എർത്തിന് നേരെ അല്ലെങ്കിൽ ഫ്ലോറിന് നേരെ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ആക്സിലറേഷനൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്നുള്ളതാണ്. പക്ഷെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ വ്യൂ പോയിന്റിൽ ഈ ആപ്പിൾ യഥാർത്ഥത്തിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നില്ല. പകരം നമ്മൾ എർത്തിന്റെ സർഫസിൽ നിൽക്കുന്ന നമ്മളാണ് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കാരണം ആക്സിലറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് വേണമല്ലോ. ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല. തീർച്ചയായിട്ടും നമ്മൾ എർത്തിന്റെ സർഫസിൽ നിൽക്കുമ്പോൾ നമ്മുടെ കാലിന്റെ അടിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് ആണ്. ദ ഫ്ലോർ ഇസ് ആക്ച്വലി പുഷിങ് അസ് അപ്വേർഡ്സ്. ഈ പുഷിങ് ഇതിന് കാരണം ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയാണ് വരുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഈ എർത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്റേണൽ പ്രഷർ ഉണ്ട്. ഇന്റേണൽ പ്രഷർ ഇന്റേണൽ പ്രഷർ ഇല്ലെങ്കിൽ എർത്ത് കൊളാപ്സ് ആകുമായിരുന്നു. ഇറ്റ് വുഡ് ഹാവ് കൊളാപ്സ്ഡ്. അപ്പൊ ഇന്റേണൽ പ്രഷർ കാരണം മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതേ ഫോഴ്സ് നമ്മുടെ കാലിന്റെ ചോട്ടിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താവും, നമ്മൾ മുകളിലേക്ക് ആക്ച്വലി ആക്സിലറേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ മുകളിലേക്ക് ആക്സിലറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ആപ്പിള് കാണുമ്പോൾ അത് ആക്സിലറേറ്റഡ് ആണെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ ചോദ്യം വരാം, നമ്മൾ നീങ്ങുന്നില്ലല്ലോ, നമുക്ക് മൂവ്മെന്റ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ആക്സിലറേറ്റ്, നമ്മൾ മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിക്കാം. ആ ചോദ്യം വരുന്നത് വീണ്ടും ഒരു റിലേറ്റിവിറ്റിക്ക് മുമ്പുള്ള ഐഡിയ നമ്മുടെ ഇൻറ്റ്യൂഷന്റെ ഭാഗമായതുകൊണ്ടാണ്. കാരണം നമ്മൾ നീങ്ങുന്നില്ലല്ലോ നമുക്കൊരു അബ്സല്യൂട്ട് സെൻസിൽ പറയാൻ കഴിയില്ല. എന്തിനെ അപേക്ഷിച്ച് നീങ്ങുന്നില്ല എന്ന് പറയും, എർത്തിനെ അപേക്ഷിച്ച് നീങ്ങുന്നില്ല. പക്ഷെ എർത്ത് ഒരു ഇനേർഷ്യൽ ഫ്രെയിം അല്ല, എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത് ഒരു ഇനേർഷ്യൽ ഫ്രെയിം അല്ല. അതുകൊണ്ട് നമ്മൾ നീങ്ങുന്നില്ല എന്ന് നമുക്ക് അബ്സല്യൂട്ട് സെൻസിൽ പറയാൻ കഴിയില്ല. പക്ഷെ ആക്സിലറേഷൻ ഉണ്ട് എന്നുള്ള ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള സെൻസിൽ നമുക്ക് പറയാൻ കഴിയും. ആക്സിലറേഷൻ റിലേറ്റീവ് അല്ല, ആക്സിലറേഷൻ ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. അപ്പോൾ ഒരു ആപ്പിള് വീഴുമെന്ന് നമ്മൾ കാണുമ്പോൾ അത് ആക്സിലറേറ്റഡ് ആണ് നമുക്ക് തോന്നാൻ കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആക്സിലറേറ്റഡ് ഫ്രെയിമിൽ ആയതുകൊണ്ടാണ്. ഇതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. എൻറ്റയർലി നമ്മൾ വിചാരിച്ചിരുന്ന കാര്യത്തെ എൻറ്റയർലി മാറ്റുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അൺആക്സിലറേറ്റഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഈ ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്, ഫ്രീലി ഫോളിംഗ് ഒബ്ജക്ട്സ്. അപ്പോൾ അൺആക്സിലറേറ്റഡ് ട്രജക്ടറി എന്ന് പറയുന്നത് ഫ്രീലി ഫോളിംഗ് ഒബ്ജക്ട്സ് ഫോളോ ചെയ്യുന്ന ട്രജക്ടറിയാണ്. ഇത് കംപ്ലീറ്റ്ലി അൺആക്സിലറേറ്റഡ് ആണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ വീണുകൊണ്ടിരിക്കുന്ന ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അൺആക്സിലറേറ്റഡ് ആണ്. അത് ജസ്റ്റ് സ്പേസ് ടൈമിന്റെ കർവേച്ചർ ഫോളോ ചെയ്യുന്നതെന്ന് മാത്രം, അതിന്റെ നാച്ചുറൽ മോഷൻ ഫോളോ ചെയ്യുന്നതെന്ന് മാത്രം. ഇപ്പോൾ എർത്തിലെ ഓരോ പോയിന്റ് എടുക്കുകയാണെങ്കിലും, ഓരോ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിലും അതിന്റെ നാച്ചുറൽ ട്രജക്ടറി എന്ന് പറയുന്നത് അവിടെയുള്ള കർവേച്ചറിനനുസരിച്ച് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ആ മൂവ്മെന്റിനെ തടയുന്ന ഫോഴ്സസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് എർത്ത് കൊളാപ്സ് ചെയ്യാത്തത്. ഇതേ ഫോഴ്സസ് തന്നെയാണ് നമ്മുടെ കാലിന്റെ ചോട്ടിൽ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നതും. ഇതിന് നമ്മുടെ കാലിൽ ചോട്ടിൽ മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉള്ളപ്പോൾ അതിന്റെ റിയാക്ഷൻ ആയിട്ട് ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം റിയാക്ഷൻ ആയിട്ട് താഴേക്കും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. ഇതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതൊന്നും വെറുതെ പറയുന്നതല്ല, നമുക്കിതെല്ലാം യഥാർത്ഥത്തിൽ മെഷർ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. വീണ്ടും ആക്സിലറേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് അല്ല, അത് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു നമ്മൾ നീങ്ങുന്നുണ്ടോ ഇല്ല, നമ്മൾ കോൺസ്റ്റന്റ് സ്പീഡിൽ നീങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ റെഫറൻസ് ഫ്രെയിമിൽ മാത്രം നടത്തുന്ന എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലുള്ള മൂവ്മെന്റിന്റെ കാര്യമാണ്. അതേസമയം ആക്സിലറേഷൻ എന്ന് പറയുന്നതിന് ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. ഓക്കെ, ഈ ആക്സിലറേഷൻ നമുക്ക് ആക്സിലറോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. ഉദാഹരണത്തിന് നമ്മൾ കയ്യിലൊരു സ്പ്രിംഗ് ഉണ്ടായാൽ മതി, സ്പ്രിംഗ് ഒരു ആക്സിലറോമീറ്റർ ആണെന്ന് പറയാം. അതായത് ആക്സിലറേറ്റഡ് സ്പ്രിംഗ് ആണെങ്കിൽ കംപ്രസ്ഡ് ആവും, ആക്സിലറേറ്റഡ് സ്പ്രിംഗ് വിൽ ബി കംപ്രസ്ഡ്. റൈറ്റ്, ആക്സിലറേഷൻ ഇല്ലാത്ത സ്പ്രിംഗ് ആണെങ്കിൽ അത് കുറച്ചുകൂടെ എലോങ്ങേറ്റഡ് ആയിരിക്കും. അപ്പോൾ എന്താണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്സിലറോമീറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒരു ആക്സിലറോമീറ്റർ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു ആക്സിലറോമീറ്റർ താഴെ ഇടുകയാണെങ്കിൽ, താഴെ എത്തുന്നവരെ ഇത് 0 ആക്സിലറേഷൻ ആയിരിക്കും കാണിക്കുക. റൈറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്ട്സ് യഥാർത്ഥത്തിൽ അൺആക്സിലറേറ്റഡ് ആണെന്നുള്ളതാണ്. റൈറ്റ്, അതേസമയം നമ്മൾ എർത്തിന്റെ സർഫസിൽ ഒരു ആക്സിലറോമീറ്റർ വെക്കുകയാണെങ്കിൽ ഒരു ആക്സിലറേഷൻ കാണിക്കും. ഒരു സ്പ്രിംഗ് വെക്കുകയാണെങ്കിൽ അത് കുറച്ച് കംപ്രസ്ഡ് ആയിരിക്കും. റൈറ്റ്, അപ്പോൾ ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എർത്തിന്റെ സർഫസിൽ ഒരു ആക്സിലറോമീറ്റർ വെക്കുമ്പോൾ ആക്സിലറേഷന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫോഴ്സ് ആണ്. റൈറ്റ്, ഈ ഫോഴ്സ് അൾട്ടിമേറ്റ്ലി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ് തന്നെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. റൈറ്റ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതാണ്, ഒരു ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആക്സിലറേറ്റഡ് അല്ല. എർത്തിന്റെ സർഫസിൽ നിൽക്കുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ ആക്സിലറേറ്റഡ് ആയിട്ടുള്ളത്. ഈ ഒരു വ്യൂ പോയിന്റ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും ആക്സിലറോമീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ. ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ആക്സിലറോമീറ്ററിൽ 0 ആക്സിലറേഷൻ ആണ് കാണിക്കുക. അതേസമയം എർത്തിന്റെ സർഫസിലുള്ള, ഭൂമിയുടെ സർഫസിൽ നമ്മളൊരു ആക്സിലറോമീറ്റർ വയ്ക്കുകയാണെങ്കിൽ അതിൽ ആക്സിലറേഷൻ കാണിക്കും. റൈറ്റ്, അപ്പോൾ അതിൽ കാണിക്കുന്ന ആക്സിലറേഷൻ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. റൈറ്റ്, നമ്മൾ പറഞ്ഞതിന്റെ സമ്മറി ഇതാണ്. ഗ്രാവിറ്റി ഈസ് ജസ്റ്റ് എ കർവേച്ചർ ഓഫ് സ്പേസ് ടൈം. അതുപോലെ ഫ്രീലി ഫോളിംഗ് ഒബ്ജക്ട്സ് ആർ ആക്ച്വൽ അൺആക്സിലറേറ്റഡ് ഒബ്ജക്ട്സ്. അതായത് ഫ്രീലി ഫോളിംഗ് ഒബ്ജക്ട്സ് ആർ ഓൺ ആക്ച്വൽ അൺആക്സിലറേറ്റഡ് ട്രജക്ടറീസ്. ചില അൺആക്സിലറേറ്റഡ് ട്രജക്ടറീസ് ഉണ്ട്, അത് ഫ്രീലി ഫോളിംഗ് ഒബ്ജക്ട്സ് ആണ്. നമ്മൾ അൺആക്സിലറേറ്റഡ് അല്ല. വി ആർ ഓൾവേസ് ബീങ് ആക്സിലറേറ്റഡ് ബിക്കോസ് ദർ ഇസ് ഓൾവേസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ അസ്. ഈ കാര്യം നമുക്ക് ഇക്വലൻസ് പ്രിൻസിപ്പിളിൽ നിന്നും മനസ്സിലാക്കാം. അതായത് ഒരു ആക്സിലറേറ്റഡ് ഫ്രെയിമിൽ ഗ്രാവിറ്റിക്ക് സമാനമായിട്ടുള്ള എഫക്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്സിലറേറ്റഡ് ഫ്രെയിമിൽ നമ്മൾ ഈ ഫീൽ ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ അവർ ഫീറ്റ് ബൈ ദ ഫ്ലോർ ഓഫ് ദ റോക്കറ്റ്. അല്ലെ, റോക്കറ്റ് മുകളിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ റോക്കറ്റിന്റെ ഫ്ലോർ നമ്മുടെ കാലിന്റെ അടിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഇതാണ്, ഫോഴ്സ് ആണ്. അപ്പോൾ ഈ ഫോഴ്സിനോടുള്ള നമ്മുടെ റിയാക്ഷൻ ആണ് താഴേക്കുള്ള ഒരു വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. റൈറ്റ്, ഇക്വലൻസ് പ്രിൻസിപ്പിൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇക്വലൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഇത് തന്നെയാണ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡും ആക്സിലറേറ്റഡ് റെഫറൻസ് ഫ്രെയിമും ഈക്വലന്റ് ആണെന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥം ഇക്വലൻസ് പ്രിൻസിപ്പിൾ സജസ്റ്റ് ദാറ്റ് വാട്ട് വി ഫീൽ ആസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് ആക്ച്വലി ഡ്യൂ ടു ദ ഗ്രൗണ്ട് പുഷിംഗ് അപ്വേർഡ്സ്. റോക്കറ്റിന്റെ ഫ്ലോർ നമ്മളെ മുകളിലേക്ക് പുഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് സമാനമായിട്ടുള്ള ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നത്, അതേ രീതിയിൽ എർത്തിന്റെ സർഫസിൽ നിൽക്കുന്ന നമുക്ക് ഗ്രാവിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് നമ്മളെ മുകളിലേക്ക് പുഷ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. Alright, so that's how we explain these things in general theory of relativity. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിച്ചപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിംസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും എർത്തിന്റെ സർഫസിലുള്ള ഒരു ഫ്രെയിം പോലും ഇനേർഷ്യൽ ഫ്രെയിം ആവില്ല, കാരണം എല്ലാത്തിലും ഒരു ആക്സിലറേഷൻ ഉണ്ട്. ഒരു ആക്സിലറോമീറ്റർ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. അൺആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ് ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. പക്ഷെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ് വന്നപ്പോൾ വി ക്യാൻ തിങ്ക് ഓഫ് ബെറ്റർ ഇനേർഷ്യൽ ഫ്രെയിംസ്. അതായത് കുറെ കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇനേർഷ്യൽ ഫ്രെയിംസ് നമുക്ക് ഇമാജിൻ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഫ്രെയിംസ് എടുത്താൽ മതി. ഫ്രീലി ഫോളിംഗ് ഫ്രെയിംസ് എന്ന് പറയുന്നത് അൺആക്സിലറേറ്റഡ് ട്രജക്ടറീസിലാണുള്ളത്. അപ്പോൾ അതിൽ ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒരു ക്യാബിൻ എടുക്കുകയാണെങ്കിൽ അത് അൺആക്സിലറേറ്റഡ് ട്രജക്ടറിയിലാണുള്ളത്. സോ ഇറ്റ് ഈസ് അൺആക്സിലറേറ്റഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ദ പെർഫെക്റ്റ് ഇനേർഷ്യൽ ഫ്രെയിം as long as the cabin is small and you are doing your experiments within a short amount of time. കാരണം ലോക്കൽ എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. Alright, locally you cannot distinguish between gravitational field and accelerated reference frame എന്നാണ് നമ്മൾ പറഞ്ഞത്. Alright, നമ്മൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് കണ്ടത്. Alright, ഇപ്പോൾ പൊതുവെ ഫിസിക്സ് കമ്മ്യൂണിറ്റിയിൽ പറയുന്ന ഒരു കാര്യം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വളരെ മനോഹരമാണെന്നുള്ളതാണ്. Right, some people even say that it's the most beautiful theory in physics. പക്ഷെ ഒരു തിയറി ബ്യൂട്ടിഫുൾ ആയിരുന്ന മാത്രം പോരാ, നമ്മുടെ ചുറ്റുമുള്ള പ്രപഞ്ചത്തെ, നമ്മുടെ ചുറ്റുമുള്ള നേച്ചർ, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കൃത്യമായിട്ട് വിവരിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിയറി ആണെന്ന് പറഞ്ഞാലും നമ്മളത് തള്ളിക്കളയേണ്ടി വരും. റൈറ്റ്, സോ വി ആർ ട്രൈങ് ടു കൺസ്ട്രക്ട് തിയറീസ് ദാറ്റ് ഡിസ്ക്രൈബ് ദ വേൾഡ് അറൗണ്ട് us. അപ്പോൾ ചോദ്യം ഇതാണ്, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. റൈറ്റ്, ക്യാൻ വി ആക്ച്വലി ടെസ്റ്റ് വെദർ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഈസ് കറക്റ്റ്?
ഇതിന് നമ്മൾ ചെയ്യുന്നത് പല സിറ്റുവേഷൻസിനെ കുറിച്ചുള്ള ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പ്രഡിക്ഷൻസ് നോക്കുകയാണ്. റൈറ്റ്, ഈ പ്രഡിക്ഷൻസിനനുസരിച്ചാണ് നിരീക്ഷണ ഫലങ്ങൾ വരുന്നതെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ശരിയാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാം. റൈറ്റ്, അതുപോലെ ആ രീതിയിലുള്ള ഒരു പ്രഡിക്ഷനാണ് ബെൻഡിങ് ഓഫ് ലൈറ്റ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് സ്പേസ് ടൈം കർവേച്ചർ ആണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്പേസ് ടൈം കർവേച്ചർ ആണെങ്കിൽ പ്രകാശം പോലും വളയും. ഓക്കെ, പ്രകാശം വളഞ്ഞ് സഞ്ചരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ സമീപത്തോട്ട് പോകുമ്പോൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ വളരെ ദൂരെ എന്നുള്ള ഒരു സ്റ്റാറിൽ നിന്നുള്ള ലൈറ്റ് സൂര്യന്റെ പുറകിലാണ്. ഈ സൂര്യന്റെ പുറകിൽ നിന്നുള്ള സ്റ്റാറിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഈ വളഞ്ഞ സ്പേസ് ടൈമിലൂടെ വരുന്നുണ്ട് അതിന്റെ ട്രജക്ടറിയും ബെൻഡ് ചെയ്തിരിക്കും, അതിന്റെ പാത്തും ബെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണ്. വി ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രോം ദ എർത്ത്. പക്ഷെ എയിൽ നിന്നുള്ള ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് വരുന്നത്, പക്ഷെ സണ്ണിന്റെ അടുത്ത് എത്തുമ്പോൾ അവിടെയുള്ള സ്പേസ് ടൈം കർവേച്ചർ കാരണം വളയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എർത്തിൽ നിന്ന് നോക്കാം, നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ ബി എന്നുള്ള പൊസിഷനിലാണ് ഈ സ്റ്റാറിനെ കാണുക. ബിക്കോസ് ദിസ് ഇസ് വെയർ അവർ ലൈൻ ഓഫ് സൈറ്റ് ടേക്സ് അസ്. അതായത് സ്റ്റാറിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്ന് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ന്യൂട്ടോണിയൻ തിയറി ഉപയോഗിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ച് അസംഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ന്യൂട്ടോണിയൻ തിയറിയിലും ലൈറ്റ് ബെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാൽക്കുലേഷൻ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും. പക്ഷേ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രഡിക്റ്റ് ചെയ്യുന്ന ബെൻഡിങ്ങിന്റെ അളവും ന്യൂട്ടോണിയൻ തിയറി പ്രഡിക്റ്റ് ചെയ്യുന്ന ബെൻഡിങ്ങിന്റെ അളവും ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. അതായത് ഈ സൂര്യന്റെ പുറകിലായിരിക്കുമ്പോൾ സ്റ്റാറിന്റെ അപ്പാരന്റ് ആയിട്ടുള്ള പൊസിഷന് മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ്. മാറ്റം വരുന്നുണ്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നു. എത്രത്തോളം മാറുന്നു എന്നും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇത് നിരീക്ഷിച്ച് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. So a light beam passing near the sun is deflected because of the space-time curvature. To an observer on Earth, the star at A appears to be at B, and this is experimentally verified. Okay. അപ്പോൾ ഇതാദ്യമായിട്ട് ഈ പരീക്ഷണം കൃത്യമായിട്ടുള്ള രീതിയിൽ നടത്തി നോക്കി ഐൻസ്റ്റൈൻ്റെ പ്രഡിക്ഷൻസ് ശരിയാണ് എന്ന് അവകാശപ്പെട്ടത് എഡിങ്ടൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിരുന്നു. സർ ആർതർ എഡിങ്ടൺ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളുണ്ട്. കഥയല്ല, ചരിത്രമുണ്ട്. അപ്പോൾ ഏകദേശം ഒന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഐൻസ്റ്റൈൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കലി നോക്കുമ്പോൾ ബ്രിട്ടനും ജർമ്മനിയും വിരുദ്ധ ചേരികളിലായിരുന്നു. ഐൻസ്റ്റൈൻ ജർമ്മനിയിൽ നിന്നുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. എഡിങ്ടൺ UK ബ്രിട്ടനിൽ നിന്നുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. ഒബ്സർവേഷണൽ ആസ്ട്രോഫിസിസിസ്റ്റ് ആയിരുന്നു. എന്നിട്ടും ഒരു ബ്രിട്ടീഷ് സയന്റിസ്റ്റായ എഡിങ്ടൺ ജർമ്മൻ സയന്റിസ്റ്റായ ഐൻസ്റ്റൈൻ്റെ തിയറി ശരിയാണ് എന്ന് തെളിയിച്ചു എന്നുള്ളത് സയൻസിന് ബോർഡേഴ്സ് ഇല്ല എന്ന് പറയുന്നതിനായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് പലരും പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ കഥ വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയുണ്ട്, ഐൻസ്റ്റൈൻ ആൻഡ് എഡിങ്ടൺ എന്ന് പറഞ്ഞു. ഈ സിനിമയിൽ ഈ കഥയൊക്കെ പറയുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. The next prediction of general theory of relativity is delay of radar echoes. Alright. So when a line joining Earth and another planet, for example Venus, alright, when it passes through the Sun, the situation is known as superior conjunction. അതായത് Earth, Venus, Sun എന്നിവ ഒരേ ലൈനിൽ വരുമ്പോൾ we say that there is a superior conjunction. Alright, അതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. We have got Venus here, alright, and Earth here, and the line connecting them passes through the Sun. ഇവിടെ സൺ നമ്മൾ വരച്ചിട്ടില്ല. വി ഹാവ് ഓൺലി റെപ്രസെന്റഡ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, ഇനി നമുക്ക് വി ക്യാൻ കാൽക്കുലേറ്റ് ഹൗ ലോങ് ഇറ്റ് ടേക്സ് എ റഡാർ സിഗ്നൽ സെൻഡ് ഫ്രം എർത്ത് ടു ബി റിഫ്ലക്റ്റഡ് ഫ്രം വീനസ് ആൻഡ് റിട്ടേൺ ടു എർത്ത്. അതായത് എർത്തിൽ നിന്ന് റഡാർ സിഗ്നൽ നമുക്ക് വീനസിലേക്ക് അയക്കാം. അത് വീനസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് എർത്തിലേക്ക് എടുക്കുന്ന സമയം നമുക്ക് കണക്കാക്കാം. ഇത് ഏകദേശം 20 minutes ആണ്. പക്ഷെ നമ്മൾ സുപ്പീരിയർ കൺജങ്ഷന്റെ റീജിയനിലാണെങ്കിൽ, സുപ്പീരിയർ കൺജങ്ഷന്റെ അടുത്തൂടെയാണ് ഈ സിഗ്നൽ പാസ് ചെയ്യുന്നതെങ്കിൽ ഈ സിഗ്നൽ സൂര്യന്റെ അടുത്തൂടെയാണ് സഞ്ചരിക്കുക. അപ്പോൾ വളഞ്ഞ സ്പേസ് ടൈമിലൂടെ വേണം അതിനെ സഞ്ചരിക്കാൻ, കർവ്ഡ് ആയിട്ടുള്ള സ്പേസ് ടൈമിലൂടെ വേണം സഞ്ചരിക്കാൻ. അപ്പോൾ ഈ സണ്ണിന്റെ അടുത്തൂടെ അല്ലെങ്കിൽ ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ അല്ല സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ റഡാറിന്റെ റിഫ്ലക്ഷൻ പോയി തിരിച്ചു വരുന്നതിൽ ചെറിയൊരു ഡിലേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച്. കാരണം കുറച്ചൊന്ന് വളഞ്ഞ് സഞ്ചരിക്കുന്നുണ്ട്, കുറച്ചുകൂടെ സമയം എടുക്കും. Alright. So since the radar signal passes through a curved space-time, we expect
എ ചേഞ്ച് ഇൻ ദ ട്രാവൽ ടൈം. റഡാർ സിഗ്നൽ പോയി തിരിച്ചു വരാനുള്ള ട്രാവൽ ടൈം നമ്മളൊരു ചെറിയ ഡിഫറൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് അക്കോർഡിംഗ് ടു ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇതും എക്സ്പെരിമെന്റലി വെരിഫൈഡ് ആണ്. അടുത്തത് പെരിഹീലിയൻ പ്രിസഷൻ ഓഫ് മെർക്കുറി. നമുക്കറിയാം ന്യൂട്ടോണിയൻ ഗ്രാവിറ്റേഷൻ തിയറി അനുസരിച്ച് പ്ലാനറ്റ്സിന്റെ സ്റ്റാർസിന് ചുറ്റുമുള്ള ഓർബിറ്റ്സ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് എലിപ്സസ് ആയിരിക്കും. ദ സ്റ്റാർ വിൽ ബി അറ്റ് വൺ ഫോക്കസ്, ഒരു ഫോക്കസിലായിരിക്കും സ്റ്റാർ ഉള്ളത്. അപ്പോൾ അതിൽ ഇങ്ങനെ പ്ലാനറ്റ് ഉദാഹരണത്തിന് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ ഓർബിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ സണ്ണിനോട് ഏറ്റവും അടുത്ത് വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതിനെയാണ് പെരിഹീലിയൺ എന്ന് പറയുന്നത്. ദിസ് പോയിന്റ് ഇസ് കോൾഡ് പെരിഹീലിയൺ. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ ചിത്രത്തിലാണെങ്കിൽ പെരിഹീലിയൺ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഈ ഓർബിറ്റിലായിരിക്കുമ്പോൾ സണ്ണിനോട് ഏറ്റവും അടുത്ത് വരുന്ന പോയിന്റ് ആണ് പെരിഹീലിയൺ. ഓക്കെ, ഇനി എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു ആർ മിനിമം 1 + e ഡിവൈഡ് ബൈ 1 + e cos phi. ആർ മിനിമം ആണ് മിനിമം ഡിസ്റ്റൻസ്, അതായത് പെരിഹീലിയൺ. പെരിഹീലിയണിന് കറസ്പോണ്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ആർ മിനിമം. ഇ എന്നുള്ളതിനെ എക്സെൻട്രിസിറ്റി എന്ന് പറയും, ഓർബിറ്റിന്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയും. അതായത് സർക്കുലർ ഓർബിറ്റിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ആവുന്നു എന്നതിന്റെ അളവാണ് ഇ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇ 0 ആണെങ്കിൽ യു സീ ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു ആർ മിനിമം, അതായത് എല്ലായിടത്തും സെയിം ആണ്. ദെൻ യു ഹാവ് എ സർക്കിൾ. അതുപോലെ ഇയുടെ ഡിഫറെന്റ് വാല്യൂ അനുസരിച്ച് യു വിൽ ഗെറ്റ് എലിപ്സസ്. അതായത് ഈ സർക്കുലർ ഷേപ്പിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു എന്ന് എക്സെൻട്രിസിറ്റി ആണ് തീരുമാനിക്കുന്നത്. So when r is equal to r minimum, the planet is said to be at perihelion. ഇത് റെഗുലർ പീരിയോഡിക്കൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. whenever phi is equal to 0, 2 pi, 4 pi, നമ്മൾ phi equal to 0, പെരിഹീലിയന്റെ പൊസിഷൻ ഇനീഷ്യലി phi equal to 0 എന്നാണ് എടുക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് ഇനീഷ്യലി എടുക്കുന്നതെങ്കിൽ, then again at phi equal to 2 pi and 4 pi this perihelion will repeat. ഇതാണ് ന്യൂട്ടോണിയൻ തിയറിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു പെർഫെക്റ്റ് എലിപ്സ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇപ്പോൾ സണ്ണിനോട് ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ് ആയിട്ടുള്ള മെർക്കുറി, അതിന്റെ ഓർബിറ്റ് നോക്കുന്ന സമയത്ത് കുറെ കാലം കഴിയുമ്പോൾ ഈ പെരിഹീലിയൺ ഒരൽപ്പം ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ദിസ് ഇസ് ആൻ ഒബ്സർവ്ഡ് ഫാക്ട്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറിയാമായിരുന്ന ഒരു കാര്യമായിരുന്നു. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ന്യൂട്ടോണിയൻ തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ. പല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കാണാത്ത വേറെ ഏതെങ്കിലും ഒരു പ്ലാനറ്റ് ഉണ്ടാവും, ആ പ്ലാനറ്റിന്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം ഈ പെരിഹീലിയൺ ഒരൽപ്പം ഷിഫ്റ്റ് ആവുന്നത് എന്നൊക്കെയാണ് കരുതിയിരുന്നത്. ഇത് വളരെ ചെറിയൊരു എഫക്റ്റ് ആണ്. പക്ഷേ ഈ കുറെ കാലത്തെ ഡേറ്റ എടുത്തു നോക്കുമ്പോൾ വളരെ ചെറുതാണെങ്കിലും മെഷറബിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. അതായത് ന്യൂട്ടോണിയൻ തിയറിയിൽ നിന്നും മെഷറബിൾ ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ മെഷറബിൾ ആയിട്ടുള്ള ഒരു വ്യത്യാസം കാണിക്കുകയാണ് മെർക്കുറിയുടെ ഓർബിറ്റ്. ഇനി നമ്മൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഓർബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെർക്കുറിയുടെ ഓർബിറ്റിന്റെ കാര്യത്തിലാണ് നമ്മൾ ഇത് പറഞ്ഞത്. മെർക്കുറി എന്ന് പറയുന്നത് സണ്ണിനോട് ഏറ്റവും അടുത്ത പ്ലാനറ്റ് ആണ്. അപ്പോൾ അവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ കാണുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് എത്തുമ്പോൾ ന്യൂട്ടോണിയൻ തിയറിയുടെ പ്രഡിക്ഷൻസിൽ നിന്നും ചെറിയ ഡീവിയേഷൻസ് കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ അടുത്ത ചോദ്യം, പെരിഹീലിയൻ പ്രിസിഷൻ, മെർക്കുറിയുടെ പെരിഹീലിയൻ പ്രിസിഷൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഈ ഓർബിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വി സീ ദാറ്റ് ദ ഓർബിറ്റ് ഈസ് നോട്ട് ക്വൈറ്റ് എ ക്ലോസ്ഡ് എലിപ്സ്. ക്ലോസ്ഡ് ആയിട്ടുള്ള എലിപ്സ് അല്ല എന്നാണ് കാണുന്നത്. The curved space-time near the star causes the perihelion direction to precess somewhat. അതായത് സ്പേസ് ടൈമിന്റെ കർവേച്ചർ കാരണം ഇങ്ങനെ ഒരു പ്രൊസഷൻ ഉണ്ടാകും എന്ന് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ കാൽക്കുലേഷൻസ് ആക്ച്വലി പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നത്. You see that the perihelion precesses a little bit. Initially ഇവിടെ ആയിരുന്നു and then it goes to this point. അപ്പോൾ ഈ ചേഞ്ച് എന്താണ്, 0 എന്നായിരുന്നു ഇനീഷ്യൽ ആംഗിൾ എങ്കിൽ ഫൈ എന്ന് പറഞ്ഞ ചെറിയൊരു ആംഗിളിലേക്ക് അത് മാറിയും ഫൈ 1 എന്നൊരു ആംഗിളിലേക്ക് മാറി എന്ന് കരുതുക. അങ്ങനെയാണ് ഡീവിയേഷൻ ആണ് നമ്മളിവിടെ ഡെൽറ്റ ഫൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. So after completing one orbit, the planet returns to R minimum but at a slightly different angle. ചെറുതായിട്ട് അല്പം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആംഗിളിലാണ് പെരിഹീലിയൻ വരുന്നത് ഒരു ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ഇനി ഈ ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇത് എക്സ്പെരിമെന്റലി നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇങ്ങനെ ഒരു ചെറിയ മാറ്റം ഉണ്ടെന്നുള്ളത്. ഇത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ചും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് ഈ ഓർബിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ആർ ഈക്വൽ ടു ആർ മിനിമം 1 + e ഡിവൈഡഡ് ബൈ 1 + e കോസ് ഫൈ എന്നല്ല, കോസ് ഫൈ മൈനസ് ഡെൽറ്റ ഫൈ എന്നാണ്. ഈ ഡെൽറ്റ ഫൈ കൃത്യമായിട്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കാൽക്കുലേഷന്റെ ഡീറ്റെയിൽസ് ആവശ്യമില്ല. ബട്ട് ദ ആൻസർ ടേൺസ് ഔട്ട് ടു ബി 6 pi gm
divided by c square r minimum 1 plus e. Right? So this can be exactly calculated. This is 6 pi gm by c square. Now these are all numbers. We can put them in and you get 27.8 kilometer. Alright. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആർ മിനിമം പെരിഹീലിയന്റെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെ ഷോർട്ടസ്റ്റ് അപ്രോച്ചിന്റെ ഡിസ്റ്റൻസ് പോയിന്റ് ഓഫ് ഷോർട്ടസ്റ്റ് അപ്രോച്ച് അല്ലെ ഷോർട്ടസ്റ്റ് അപ്രോച്ചിന് കറസ്പോണ്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡെൽറ്റ ഫൈ കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആർ മിനിമം വളരെ ചെറുതാണെങ്കിൽ ഡെൽറ്റ ഫൈ ഇൻക്രീസ് ചെയ്യാനുണ്ട്. നമുക്കറിയാം മെർക്കുറിയുടെ കേസിലാണ് ആർ മിനിമം ഏറ്റവും ചെറുതായിട്ടുള്ളത്. മെർക്കുറിയുടെ കേസിൽ പോലും നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10⁻⁻6 റേഡിയൻസ് മാത്രമേ വരുന്നുള്ളൂ. ദാറ്റ്സ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരൊറ്റ റെവല്യൂഷനിൽ നമുക്കിത് കാണാൻ കഴിയില്ല. പക്ഷെ ഓരോ തവണ റെവല്യൂഷൻ കഴിയുമ്പോഴും ഈ ചെറിയ എമൗണ്ട് ഇത് മാറുന്നുണ്ട്. സോ യു ക്യാൻ ആക്ച്വലി ലുക്ക് അറ്റ് data of 100 years and then you can see 100 times this deviation. Right? ഇതാണ് നമ്മൾ പറയുന്നത്. Right? So this effect is cumulative. അതായത് it builds up orbit after orbit. After n orbits the perihelion has advanced by n multiplied by delta phi. Right? അപ്പോൾ കുറെ വർഷങ്ങൾ കാത്തിരുന്നാൽ ഇത് മെഷറബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ കഴിയും. Right? അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ടോട്ടൽ പ്രിസിഷൻ പെർ സെഞ്ചുറി, ടോട്ടൽ പ്രിസിഷൻ പെർ സെഞ്ചുറി എന്നതിലാണ്. 100 വർഷം കൊണ്ട് എത്ര പ്രിസിഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇതും ചെറിയൊരു നമ്പറാണ്, ബട്ട് ഇറ്റ് ക്യാൻ ബി മെഷേർഡ്. Okay, the expected precisions are very small, of the order of seconds of arc per century. സെഞ്ചുറിയിൽ a few seconds of arc മാത്രമാണ് ഡീവിയേഷൻ ഉണ്ടാവുന്നത്. Right? പക്ഷെ ഇത് കൃത്യമായിട്ടുള്ള വളരെ അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ടുണ്ട്. Okay, this has been measured for 3 planets closest to the sun. Right? അതുപോലെ ആസ്ട്രോയിഡിന്റെ കേസിൽ ഇത് മെഷർ ചെയ്തിട്ടുണ്ട്. And the measured values are exactly in agreement with the predictions of general theory of relativity. Okay, അപ്പോൾ ഐൻസ്റ്റൈൻ ആദ്യം മെർക്കുറിയുടെ പ്രിസിഷൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്, കാരണം അത് അറിയാമായിരുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. ആൻഡ് ഹി ആക്ച്വലി ഫൗണ്ട് ദാറ്റ് general theory of relativity predicts exactly the measured amount of precession. Okay. അതുപോലെ മറ്റൊരു ടെസ്റ്റ് ആണ് ഗ്രാവിറ്റേഷണൽ വേവ്സ്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് ഈ സ്പേസ് ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസ്, നമ്മൾ സ്പേസ് ടൈം ഉണ്ടെന്ന് പറഞ്ഞു, സ്പേസ് ടൈമിലുള്ള കർവേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്പേസ് ടൈമിൽ വയലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റർബൻസസിന് വേവ്സ് ആയിട്ട് സഞ്ചരിക്കാൻ കഴിയും. റൈറ്റ്? അതായത് വെള്ളത്തിൽ ഓളങ്ങൾ ഉണ്ടാകുന്ന പോലെ, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാകുന്നത് പോലെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലും അല്ലെങ്കിൽ സ്പേസ് ടൈമിലും വയലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് വളരെ വീക്കാണ്. നമ്മൾ അതിന്റെ നമ്പേഴ്സ് നോക്കുമ്പോൾ ദിസ് ആർ വെരി വീക്ക് ആൻഡ് ദിസ് ഇസ് വെരി ഹാർഡ് ടു ഡിറ്റക്ട്. റൈറ്റ്? അതുകൊണ്ട് ഇതിന്റെ ഡിറ്റക്ഷൻ വളരെ കാലം എടുത്തു. ആക്ച്വലി ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വന്നു കഴിഞ്ഞ് ഒരു 100 വർഷം കൂടെ കഴിഞ്ഞാണ് ഇത് ആക്ച്വലി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. റൈറ്റ്? അത് 2016 ഡിറ്റക്ട് ചെയ്തത്. അധികം കുറച്ചു കാലം മുൻപ് മാത്രം, കുറച്ചു മാത്രം വർഷങ്ങൾക്ക് മുമ്പ് 2016 ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഡിറ്റക്ട് ചെയ്തത്. അതിന് ഒരു വളരെ പ്രിസൈസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെയധികം പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള ടെക്നോളജി അതിന് വേണ്ടി ഡെവലപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഗ്രാവിറ്റേഷണൽ വേവ്സിന്റെ എക്സിസ്റ്റൻസ് 2016 എക്സാക്ട്ലി മെഷർ ചെയ്തു. അതായത് 2 ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ വേവ്സിനെ കറസ്പോണ്ട് ചെയ്യുന്ന വേവ്സ് ആണ് നമ്മളിവിടെ മെഷർ ചെയ്തത് എന്ന് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ കാൽക്കുലേഷൻസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ട് എന്ന് നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു, കാരണം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ബാക്കി എല്ലാ പ്രഡിക്ഷൻസും അക്യുറേറ്റ് ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ വേവ്സ് ആക്ച്വലി മെഷർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കറക്റ്റ് ആണെന്ന് നമ്മൾ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആയിരുന്നു. ഇത് ആക്ച്വലി പുതിയൊരു ബ്രാഞ്ച് ഓഫ് എൻക്വയറി തന്നെ തുറക്കുകയാണ്. കാരണം എന്താണ്, പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സ് നമുക്ക് മെഷർ ചെയ്യുന്നതിലൂടെ ഗ്രാവിറ്റേഷണൽ വേവ് ആസ്ട്രോണമി എന്ന് പറയുന്ന പുതിയൊരു സാധ്യത തുറന്നു വരികയാണ്. ബിക്കോസ് യു ക്യാൻ ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി യൂണിവേഴ്സ് ത്രൂ ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ ആണ്. കാരണം സാധാരണ നമ്മൾ പ്രകാശം, എന്താണ്, പ്രപഞ്ചത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പ്രകാശം, ഏതെങ്കിലും വേവ് ലെങ്ത്തിലുള്ള പ്രകാശം മാത്രമേ അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ ഇങ്ങോട്ട് എത്തിക്കുന്നുള്ളൂ. അപ്പൊ അതിനേക്കാളും, അതായത് പ്രകാശം വഴി ഇൻഫർമേഷൻ കിട്ടാത്ത പല സാഹചര്യങ്ങളിലും ഗ്രാവിറ്റേഷണൽ വേവ്സ് വഴി നമുക്ക് ഇൻഫർമേഷൻ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ബ്രേക്ക് ത്രൂ. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ടർ അത് നിർമ്മിക്കുന്നതിലും ഇതിന്റെ മെഷർമെന്റിലും ഒക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച കിപ് തോൺ പോലുള്ള ആൾക്കാർക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് ലൈഗോ എന്നാണ് അറിയപ്പെടുന്നത്.
ലൈഗോ എന്ന് പറയുന്നത് ലേസർ ഇന്റർഫെറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി എന്നുള്ളതിന്റെ ചുരുക്കമാണ്. Alright. So gravitational waves is one more evidence or one more triumph of the general theory of relativity. Alright. അടുത്ത കോസ്മോളജിയാണ്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ച് നമുക്ക് മുഴുവൻ പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ പഠിക്കാൻ കഴിയും. റൈറ്റ്, വി ക്യാൻ സ്റ്റഡി ദ എൻറ്റയർ യൂണിവേഴ്സ് യൂസിങ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇതിന് കാരണം നമ്മൾ ലാർജ് ഡിസ്റ്റൻസസ് എടുക്കുമ്പോൾ, കോസ്മോളജിക്കൽ സ്കെയിൽസ് എടുക്കുമ്പോൾ അവിടെ ആകെ റെലവെന്റ് ആയിട്ടുള്ളത് ഗ്രാവിറ്റി മാത്രമാണ്. റൈറ്റ്, ബാക്കി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് റെലവെന്റ് അല്ല. കാരണം ന്യൂട്രൽ ഒബ്ജക്ട്സ് ആണ്, ന്യൂട്രൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് നമ്മുടെ യൂണിവേഴ്സിലുള്ളത്. അതുപോലെ സ്ട്രോങ് ഫോഴ്സ് ആണെങ്കിലും വീക്ക് ഫോഴ്സ് ആണെങ്കിലും ദേ ആർ വെരി സ്മോൾ റേഞ്ച് ഫോഴ്സസ്. അതായത് ഗ്രാവിറ്റി നമ്മുടെ യൂണിവേഴ്സിന്റെ മൊത്തം എവല്യൂഷനെ നിർണ്ണയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. അപ്പോൾ നമുക്ക് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ച് കോസ്മോളജിയെ കുറിച്ച് പഠിക്കാൻ കഴിയും. അങ്ങനെ മുഴുവൻ യൂണിവേഴ്സിന്റെ കാര്യത്തിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഒരു പ്രഡിക്ഷൻ ആണ് കുറെ കാലം മുൻപ് നമ്മുടെ യൂണിവേഴ്സ് വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു എന്നുള്ളത്. റൈറ്റ്, അത് കഴിഞ്ഞ് അത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതായത് എക്സ്പാൻഷൻ ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് ബിഗ് ബാങ് കോസ്മോളജി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പ്രഡിക്ഷൻസ് ആണ്. യൂണിവേഴ്സ് യഥാർത്ഥത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒബ്സർവേഷനലി വെരിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. റൈറ്റ്, അതുപോലെ ബിഗ് ബാങ് മോഡൽ, റൈറ്റ്, നമ്മൾ യൂണിവേഴ്സ് ഇനീഷ്യലി ഒരു ഹോട്ട് ഡെൻസ് സ്റ്റേറ്റിലായിരുന്നു. റൈറ്റ്, ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മോഡലിനെയാണ് ബിഗ് ബാങ് മോഡൽ ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയുന്നത്. റൈറ്റ്, ബിഗ് ബാങ് എന്ന് പറഞ്ഞ വലിയൊരു പൊട്ടിത്തെറി എന്നാണ് അർത്ഥം. അതൊരു സഡൻ എക്സ്പാൻഷൻ എന്നുള്ള അർത്ഥത്തിലാണ് ബിഗ് ബാങ് ഉപയോഗിക്കുന്നത്. അതായത് വളരെ ഹോട്ട് ആൻഡ് ഡെൻസ് ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു സഡൻ എക്സ്പാൻഷനിലൂടെയാണ് യൂണിവേഴ്സ്, നമ്മൾ ഇന്ന് അറിയുന്ന യൂണിവേഴ്സും സ്പേസ് ടൈമും എല്ലാം ഫോം ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റൈറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെയും പ്രഡിക്ഷൻസ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. ഇങ്ങനെയാണെങ്കിൽ എന്ത്, പല രീതിയിലുള്ള പ്രഡിക്ഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പ്രഡിക്ഷൻസ് എല്ലാം തന്നെ വെരിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം തന്നെ അല്ല, കുറേയധികം പ്രഡിക്ഷൻസ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. Alright. So the predictions of these models have been quite accurate, and this is again in support of the general theory of relativity. ഇതുവരെ നമ്മൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ചില ടെസ്റ്റുകളാണ് കണ്ടത്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഡ്രമാറ്റിക് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് വരുന്നത് ഇതിനേക്കാൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ്സ് ഉള്ള സിറ്റുവേഷൻസിലാണ്. അതായത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി തന്നെ ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ്സിന്റെ എക്സിസ്റ്റൻസ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ സ്പേസ് ടൈമിന്റെ കർവേച്ചർ കാര്യമായിട്ട് കൂടുതലുള്ള സിറ്റുവേഷൻസ് ആണ്. റൈറ്റ്, ഉദാഹരണത്തിന് അത്ര സ്ട്രോങ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് വൈറ്റ് ഡ്വാർഫ്, ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു സ്റ്റാറിന്റെ കൊളാപ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, ഒരു സ്റ്റാർ നിലനിൽക്കുന്നത് ഈക്വിലിബ്രിയം, ഇറ്റ് റിമെയിൻസ് ഇൻ ഈക്വിലിബ്രിയം ബിക്കോസ് ഓഫ് ടു എഫക്ട്സ്. ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പുറമേക്കുള്ള ഹീറ്റ് പ്രഷറാണ്. ഈ ഹീറ്റ് പ്രഷർ ഉണ്ടാവാൻ കാരണം ഇതിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷനാണ്, അതായത് ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറുന്ന പ്രക്രിയ. അതേസമയം there is a tendency to contract because of gravity. ഗ്രാവിറ്റി കാരണം കോൺട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇത് രണ്ടും കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ സ്റ്റാറിന് നമ്മൾ ഈ കാണുന്ന പോലെ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഇനി ഇതിലുള്ള ഫ്യൂവലിന്റെ സപ്ലൈ തീർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ ഫ്യൂവൽ തീർന്നു കഴിഞ്ഞാൽ ദ സ്റ്റാർ ആക്ച്വലി ബിഗിൻസ് ടു കോൺട്രാക്ട്. കാരണം ഈ ഗ്രാവിറ്റേഷനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനുള്ള ഹീറ്റ് പ്രഷർ ഇല്ലാത്ത അവസ്ഥയാണ്. So there is no radiation pressure to oppose or counterbalance gravitational collapse. അല്ലെങ്കിൽ ഈ റേഡിയേഷൻ പ്രഷർ കുറയുകയാണ്. സോ ഇറ്റ് വിൽ കോൺട്രാക്ട്. റൈറ്റ്, ഇങ്ങനെ പല സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് ഫ്യൂവൽ എല്ലാം തന്നെ യൂസ്ഡ് അപ്പ് ആകുമ്പോൾ വി സേ ദാറ്റ് ദ സ്റ്റാർ കോൺട്രാക്ട്സ്. റൈറ്റ്, ഇനി ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മൾ വൈറ്റ് ഡ്വാർഫ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ തടയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ട്. റൈറ്റ്, അതായത് വൈറ്റ് ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ തടയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഇത് പൗളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. നമുക്കറിയാം, പൗളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എഫക്റ്റീവ്ലി 2 ഇലക്ട്രോൺസിനെ നമുക്ക് ഒരേ സ്ഥാനത്ത് നിലനിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. റൈറ്റ്, യു ക്യാനോട്ട് പുട്ട് 2 ഇലക്ട്രോൺസ് അറ്റ് ദ സെയിം പ്ലേസ്. പക്ഷേ ബോസോൺസിന്റെ കേസിൽ നമുക്ക് അങ്ങനെ പറ്റും. ഇത് പൗളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. 2 ഇലക്ട്രോൺസ് ക്യാനോട്ട് ഹാവ് ദ സെയിം ക്വാണ്ടം സ്റ്റേറ്റ് എന്ന് പറയും. റൈറ്റ്, അപ്പോൾ ഗ്രാവിറ്റേഷൻ കൊളാപ്സ് കാരണം ഇലക്ട്രോൺസ് എല്ലാം കൂടെ ഒരു സ്ഥാനത്തേക്ക് വരുന്നതിനെ ഈ പൗളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ തടയുകയും ഒരു ഈക്വിലിബ്രിയം സ്റ്റേജിലേക്ക് വീണ്ടും എത്തുകയും ചെയ്യും. അതായത് ഇനീഷ്യലി ഉണ്ടായിരുന്ന സ്റ്റാറിനേക്കാളും വളരെ ചെറുതാണ്, കോൺട്രാക്റ്റഡ് ആണ്, ബട്ട് ഇറ്റ് റിമെയിൻസ്. റൈറ്റ്, ബിക്കോസ് ദ ഇൻവേർഡ് ഗ്രാവിറ്റേഷണൽ fall, the inward or the gravitational collapse is now counterbalanced by the electrons.
റൈറ്റ്. ഇതിന് ഡീജനറസി പ്രഷർ എന്നാണ് പറയുന്നത്. ഈ ഡീജനറസി പ്രഷർ കാരണം, ഇലക്ട്രോൺസിന്റെ ഡീജനറസി പ്രഷർ കാരണം അതങ്ങനെ നിലനിൽക്കുന്നു. ഈ സ്റ്റേജിനെയാണ് നമ്മൾ വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു നോർമൽ സ്റ്റാറിനേക്കാളും വളരെ ഡെൻസ് ആണ്. റൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ്സ് ലൈക്ക് 10⁹ kg/m³. ദാറ്റ്സ് എ ഹ്യൂജ് ഡെൻസിറ്റി. റൈറ്റ്. അതായത് സണ്ണിന്റെ ആവറേജ് ഡെൻസിറ്റിയെക്കാളും 10⁶ ടൈംസ് ആണ് ഈ ഒരു വൈറ്റ് ഡ്വാർഫിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ലാർജ് എമൗണ്ട് ഓഫ് മാറ്റർ ഇസ് നൗ കണ്ടൻസ്ഡ് ഇൻ എ വെരി സ്മോൾ റീജിയൻ. അതുകൊണ്ടാണ് അത് വളരെ ഡെൻസ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ഇനി ഈ സ്റ്റാർ കൂടുതൽ മാസീവ് ആണെങ്കിൽ ഇത് കാരണമുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡും കൂടുതലാണ്. റൈറ്റ്. അപ്പോൾ ഉദാഹരണത്തിന് 1.4 സോളാർ മാസിനേക്കാളും കൂടുതലാണ് സ്റ്റാറിന്റെ മാസ് എങ്കിൽ, റൈറ്റ്, ഈ ലിമിറ്റിനെ ചന്ദ്രശേഖർ ലിമിറ്റ് എന്നാണ് പറയുന്നത്. ദിസ് വാസ് നെയിംഡ് ആഫ്റ്റർ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഇലക്ട്രോൺ ഡീജനറസി പ്രഷർ അല്ലെങ്കിൽ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന് ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ കഴിയില്ല. സോ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് വിൽ വിൻ ഓവർ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് തമ്മിലുള്ള പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിനെ ഓവർകം ചെയ്യാൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് കഴിയും. റൈറ്റ്. ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ കൊളാപ്സ് ഫർദർ. ഈ ഒരു സ്റ്റേജിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോണുകളും പ്രോട്ടോണുകളൊക്കെ വളരെ അടുത്ത് വരും. ദ പ്രോട്ടോൺസ് വിൽ ഇന്ററാക്ട് വിത്ത് ഇലക്ട്രോൺസ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ചേർന്ന് ന്യൂട്രോണുകളാവും. റൈറ്റ്. സോ നൗ ദ ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഹാവ് കമ്പൈൻഡ് ടു ഫോം ന്യൂട്രോൺസ്. അപ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു. ദ സ്റ്റാർ വിൽ ഫർദർ കൊളാപ്സ്. കാരണം പോളി റിപ്പൽഷനെ തടയുന്ന ഇലക്ട്രോണുകൾ കുറച്ച് നഷ്ടപ്പെട്ടു. ഇറ്റ് വിൽ ഫർദർ കൊളാപ്സ്. റൈറ്റ്. അപ്പോൾ ഈ ഒരു കൊളാപ്സ് കഴിയുമ്പോൾ പിന്നെ ഉള്ളത് ന്യൂട്രോൺസിനും ഈ രീതിയിലുള്ള ഡീജനറസി പ്രഷർ ഉണ്ട്. റൈറ്റ്. ഇപ്പോൾ കുറച്ചുകൂടെ കൊളാപ്സ് ചെയ്ത അവസ്ഥയിൽ ഈ ഫർദർ കൊളാപ്സിനെ തടയാൻ ചില സിറ്റുവേഷൻസിൽ ന്യൂട്രോൺസിന്റെ ഡീജനറസി പ്രഷറിന് കഴിയും. റൈറ്റ്. ആൻഡ് ദെൻ ദ ഫർദർ കൊളാപ്സ് വിൽ സ്റ്റോപ്പ്. അതായത് വൈറ്റ് ഡ്വാർഫ് എന്നുള്ള സ്റ്റേജിനേക്കാളും കൂടുതൽ കോൺട്രാക്റ്റഡ് ആയി, കൂടുതൽ ഡെൻസ് ആയി, ബട്ട് ദ ഫർദർ കൊളാപ്സ് ഇസ് സ്റ്റോപ്ഡ്. ദ ഫർദർ കൊളാപ്സ് ഇസ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ ദ ഡീജനറസി പ്രഷർ ഓഫ് ന്യൂട്രോൺസ്. അതായത് ഈ ന്യൂട്രോൺസ് എന്ന് പറയുന്നതും ഫെർമിയോൺസ് തന്നെയാണ്. റൈറ്റ്. നമുക്ക് വീണ്ടും ഇലക്ട്രോൺസിനെ ഒരുമിച്ച് വെക്കാൻ പറ്റാത്ത പോലെ ന്യൂട്രോൺസിനെയും ഒരേ സ്ഥാനത്ത് വെക്കാൻ കഴിയില്ല. റൈറ്റ്. അപ്പൊ ഇത് കാരണമുള്ള പ്രഷറിനെയാണ് നമ്മൾ ന്യൂട്രോൺ ഡീജനറസി പ്രഷർ എന്ന് പറയുന്നത്. ന്യൂട്രോൺ ഡീജനറസി പ്രഷർ കാരണം ഫർദർ കൊളാപ്സ് തടയും. ഓക്കെ. അപ്പൊ ഉദാഹരണത്തിന് ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത് 1.5 സോളാർ മാസ് ഉള്ള ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഹാവ് ഓൺലി റേഡിയസ് ഓഫ് 11 കിലോമീറ്റർ. റൈറ്റ്. അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 5 × 10⁻17 kg/m³ ആണ്. റൈറ്റ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇവിടെ വീണ്ടും വളരെ കൂടുതലാണ്. ദിസ് ഇസ് ഹൈലി dense object. Right? These are objects of high density. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പൾസേഴ്സ് എന്ന് പറയുന്ന ഒബ്ജക്ട്സിന്റെ ഡിസ്കവറിയെ കുറിച്ചും കൂടെ ഒന്ന് സംസാരിക്കും. കാരണം പൾസേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ന്യൂട്രോൺ സ്റ്റാർസ് ആണ്. ദീസ് ആർ ആക്ച്വലി റൊട്ടേറ്റിംഗ് ന്യൂട്രോൺ സ്റ്റാർസ്. സോ ലെറ്റ്സ് ടോക്ക് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് പൾസേഴ്സ്. റൈറ്റ്. സോ ഇൻ 1967 radio astronomers at Cambridge University discovered an unusual signal among their observations. അതായത് ഔട്ടർ സ്പേസിൽ നിന്ന് അൺയൂഷ്വൽ ആയിട്ടുള്ള, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പീരിയോഡിക് ആയിട്ടുള്ള, റെഗുലർ ആയിട്ടുള്ള ഒരു പൾസേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. സോ ഇറ്റ് ഹാസ് എ പീരിയഡ് ഓഫ് 1.34 seconds. റൈറ്റ്. ഇങ്ങനെ പൾസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ നമുക്ക് അറിയാവുന്ന, അതായത് അക്കാലഘട്ടത്തിൽ അറിയാമായിരുന്ന യാതൊരു തരത്തിലുള്ള അസ്ട്രോണമിക്കൽ ഒബ്ജക്ട്സിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ. അപ്പൊ ആദ്യത്തെ സമയത്ത് ഇവർ കരുതിയത് എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ജീവികളുടെ, എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള സിവിലൈസേഷനിൽ നിന്നുള്ള എന്തോ സിഗ്നൽ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അതായത് വേറെ ജീവികൾ, ഏലിയൻസിന്റെ സിഗ്നൽ ആണെന്നാണ് ആദ്യം കരുതിയിരുന്നത്. റൈറ്റ്. അതുകൊണ്ട് ഈ പൾസ് എമിറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ LGM-1 എന്നാണ് പേരിട്ടത്. LGM-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലിറ്റിൽ ഗ്രീൻ മെൻ. അതായത് ഏലിയൻസിനെ കുറിച്ചുള്ള നമ്മുടെ ഇമാജിനേഷൻ ആണ്. ദീസ് മസ്റ്റ് ബി സം സോർട്ട് ഓഫ് ലിറ്റിൽ ഗ്രീൻ മെൻ എന്നുള്ളത്. റൈറ്റ്. പക്ഷെ തീർച്ചയായിട്ടും പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് ഏതെങ്കിലും ഇന്റലിജന്റ് ആയിട്ടുള്ള ജീവികളിൽ നിന്ന് വരുന്ന സിഗ്നൽ അല്ല നമ്മൾ മനസ്സിലാകുന്നുണ്ട്. ഓക്കെ. ഇത് വേറെ നമുക്ക് അതുവരെ പരിചയമില്ലാത്തൊരു ആസ്ട്രോണോമിക്കൽ ഒബ്ജക്റ്റിൽ നിന്നാണ് വരുന്നത്. ഈ ആസ്ട്രോണോമിക്കൽ ഒബ്ജക്റ്റിനെയാണ് പൾസേഴ്സ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്. 1967 കഴിഞ്ഞ് ഈ രീതിയിലുള്ള അനേകം പൾസേഴ്സ് നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് അതർ പൾസേഴ്സ് ഹാവ് ബീൻ ഡിസ്കവേർഡ്. റൈറ്റ്. ഇതിനെല്ലാം തന്നെ വളരെ റെഗുലർ ആയിട്ടുള്ള പീരിയഡ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഈ പൾസസിന് വളരെ റെഗുലർ ആയിട്ടുള്ള പീരിയഡ്സ് ഉണ്ട്. റൈറ്റ്. ഇറ്റ്സ് ഇൻ ദ റേഞ്ച് ഓഫ് 0.01 to 1 second. റൈറ്റ്. The connection between pulsars and neutron stars
വാസ് മെയ്ഡ് സൂൺ ആഫ്റ്റർ ദ ഡിസ്കവറി. അതായത് ഈ പൾസേഴ്സ് എന്ന് പറയുന്നത് ചില പ്രത്യേക തരത്തിലുള്ള ന്യൂട്രോൺ സ്റ്റാർസ് ആണെന്നുള്ള കാര്യം നമുക്ക് അധികം കഴിയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. Alright? The collapse of a rotating star to a neutron star causes the neutron star to rotate much more rapidly. Okay, this is just conservation of angular momentum. Rotate ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാർ കൊളാപ്സ് ചെയ്യുമ്പോൾ, alright, it will start rotating at higher and higher speeds, alright, more and more rapidly. നമ്മൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടല്ലേ, അതായത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൈ വിടർത്തി പിടിച്ചുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൈ പതുക്കെ ചുരുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കൂടുന്നതായിട്ട് കാണാൻ കഴിയും, റൊട്ടേഷന്റെ സ്പീഡ് കൂടുന്നതായിട്ട് കാണാൻ കഴിയും. ദിസ് ഇസ് ജസ്റ്റ് ആംഗുലർ മൊമെന്റം കൺസർവേഷൻ. ഈ രീതിയിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാർ ആണ് ഒരു ന്യൂട്രോൺ സ്റ്റാർ സ്റ്റേജിലേക്ക് കൊളാപ്സ് ആകുന്നതെങ്കിൽ, alright, അതിന്റെ റേഡിയസ് വളരെ കുറയുന്നതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ് മച്ച് മോർ റാപ്പിഡ്ലി. Alright, so the rotational angular velocity increases as the rotational inertia decreases. Alright, അപ്പോൾ ഇതിന്റെ കാരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. We don't have to go into details of that. അതായത് the idea is that a relatively slow rotation rate of original star can become a very rapid rotation rate for the neutron star. Alright, original starന്റെ വളരെ സ്ലോ ആയിട്ടുള്ള റൊട്ടേഷൻ ആണെങ്കിലും it can lead to a very rapid rotation rate for the neutron star. It's just angular momentum conservation. നമുക്കറിയാം നമ്മുടെ എർത്ത് ഒരു ബാർ മാഗ്നറ്റ് പോലെയാണെന്ന് അറിയാം അല്ലേ. നമ്മൾ കോമ്പസ് വെച്ച് നോക്കുമ്പോൾ വടക്കോട്ട് അതിന്റെ സൂചി പോയിന്റ് ചെയ്യുന്ന കാണാൻ കഴിയും. ഇറ്റ്സ് ബിക്കോസ് ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഈ രീതിയിൽ ന്യൂട്രോൺ സ്റ്റാറിനും ഇന്റൻസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാവും. ഈ ഇന്റൻസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഏതെങ്കിലും ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഈ ഫീൽഡിൽ ട്രാപ്ഡ് ആവും. ദേ വിൽ ഗെറ്റ് ട്രാപ്ഡ് ഇൻ ദിസ് മാഗ്നറ്റിക് ഫീൽഡ്സ്. അപ്പൊ ഇങ്ങനെ ട്രാപ്ഡ് ആവുന്ന സമയത്ത് റാപ്പിഡ് റൊട്ടേഷനും കൂടെ ആകുമ്പോൾ ഈ ട്രാപ്ഡ് ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആക്സിലറേറ്റഡ് ആവും. ഇതിങ്ങനെ ആക്സിലറേറ്റഡ് ആവുന്ന സമയത്ത് the situation is right in such a way that these accelerated particles will start emitting radiations. Alright, നിങ്ങൾ ഓൾറെഡി ഇലക്ട്രോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, alright, they emit radiations. Alright, അപ്പോൾ ഈ റേഡിയേഷൻസ് ആണ് നമ്മൾ പൾസസ് ആയിട്ട് കാണുന്നത് എന്നുള്ളതാണ്. Alright, അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ആക്സിസും ആക്സിസ് ഓഫ് റൊട്ടേഷനും അലൈൻഡ് അല്ല. ഇനി ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള റേഡിയേഷൻ നമ്മുടെ എർത്തുമായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യും. അറ്റ് സം ആംഗിൾ ഇറ്റ് ക്യാൻ ഇന്റർസെപ്റ്റ് വിത്ത് ദ എർത്ത്. ഇങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ റേഡിയേഷൻസ് എർത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ പൾസസ് കാണുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പീരിയോഡിക് ആയിട്ടായിരിക്കും നമുക്ക് പൾസസ് കിട്ടുന്നത്. അതായത് ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ എർത്തുമായിട്ട് അലൈൻഡ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പൾസസ് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ റൊട്ടേഷൻ പീരിയഡ് ആണ് ഈ പൾസിന്റെ പീരിയഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. Alright, so if this radiation beam intercepts the earth as the neutron star rotates, we see it as a pulse of radiation. അപ്പോൾ ആക്ച്വലി സ്റ്റാർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് the emitted radiation sweeps around like a searchlight or a lighthouse. നിങ്ങൾ ലൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ടാവില്ല, അവിടെ എല്ലാ ഡയറക്ഷനിലും ലൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സോഴ്സ് ഉള്ളതായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ അവിടേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ ആ സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ നേരെ വരുമ്പോൾ മാത്രം നമ്മളൊരു പൾസ് കാണുകയാണ്. ആൻഡ് ദെൻ വി ഡോണ്ട് സീ ദാറ്റ് പൾസ്. ഏകദേശം ഇതേ രീതിയിലാണ് the beam of emitted radiation sweeps around like a searchlight or a lighthouse. Alright, and then we see a pulse of radiation whenever the beam sweeps through the earth, or whenever the beam is aligned with the earth. The observed interval between the pulses is the rotational period of the neutron star. Right, neutron star rotational period ആണ് നമ്മൾ ഈ കാണുന്ന പൾസിന്റെ പീരിയഡ്. Alright, ഇനി ഈ എക്സ്പ്ലനേഷൻ ശരിയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, we should see the pulsars slowing down somewhat. കുറച്ചൊന്ന് സ്ലോ ആയിട്ട് കാണാൻ കഴിയും. കാരണം ഈ എനർജി റേഡിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ലൂസിങ് എനർജി. Right, so when it loses energy, we see that this will be compensated by a decrease in rotational kinetic energy. എനർജി കുറയുന്നത് rotational kinetic energy മെഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയും. Alright, and this has been seen for all pulsars. Alright, so the hypothesis that pulsars are actually rotating neutron stars also puts forward certain predictions. Alright, and we can see that these predictions have come out to be right. Okay, now pulsars have now been observed at many different wavelengths: optical, X-ray, gamma ray, radio wave. അങ്ങനെ പല വേവ്ലെങ്ത്തിൽ നമ്മൾ പൾസേഴ്സിനെ കാണുന്നുണ്ട് അല്ലെ, പൾസേഴ്സ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഈ പൾസേഴ്സിനെല്ലാം നമ്മൾ നിരീക്ഷണ സമയത്ത് we have enough technology even to detect a slowing down of 10⁻⁹ per day.
റൈറ്റ്. അപ്പോൾ അത്രയും ചെറിയ ഡിക്രീസ് പോലും നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് ബീൻ മെഷേർഡ് ഓൾസോ. ഓക്കെ. ഇനി ന്യൂട്രോൺസിന്റെ ഡീജനറസി പ്രഷറിനും ഗ്രാവിറ്റേഷൻ കൊളാപ്സിനെ തടയാൻ പറ്റാത്തത്ര മാസീവ് ആയിട്ടുള്ള സ്റ്റാർസ് ഉണ്ട്. Right? Then nothing can stop the gravitational collapse, and it will collapse. The star will collapse into what we call as a black hole. Right? ഇതിനെല്ലാം സ്റ്റാറിന്റെ മാസ് ആണ് തീരുമാനിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ മാസിന് താഴെയാണെങ്കിൽ വൈറ്റ് ഡ്വാർഫ് ആകും. Right? അതിനേക്കാളും കൂടിയ മാസ് ആണെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർ ആകും. If the mass is even more than that, then nothing can stop the gravitational collapse, and then we have a very strange situation called black holes. Right? അപ്പോൾ നമ്മൾ സ്റ്റാർസ് വിത്ത് മാസസ് ലെസ് ദാൻ 2 or 3 സോളാർ മാസസ്, റൈറ്റ്, 2 or 3 സോളാർ മാസിൽ കുറവുള്ള സ്റ്റാർസ് ആണെങ്കിൽ ദേ വിൽ എൻഡ് അപ്പ് ആസ് വൈറ്റ് ഡ്വാർഫ് ഓർ ന്യൂട്രോൺ സ്റ്റാർസ്. റൈറ്റ്. പക്ഷെ അതിനേക്കാളും മാസീവ് ആയിട്ടുള്ള സ്റ്റാർ ആണെങ്കിൽ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇസ് ക്വൈറ്റ് strong, right? We have a strong gravitational field, and then the gravitational collapse or the what is it, the gravitational force എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുകയാണ്, but you have to remember that it's actually not a force. All right. So the gravitational collapse cannot be counterbalanced even by the Pauli principle of the neutrons, and there is nothing to prevent the material in the star from suffering complete collapse down to a single point in space. അതായത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ സീ ദാറ്റ് ദിസ് എൻറ്റയർ സ്റ്റാർ, ദിസ് ഹ്യൂജ് തിങ് വിൽ കൊളാപ്സ് ടു എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു പോയിന്റ് ആണ്, അതായത് നോ ഡയമെൻഷൻസ്. Alright, so it's like saying that the volume of the star goes to zero, it approaches zero എന്നുള്ളതാണ്, and all this mass in a very small volume, so it has very high density. General theory of relativity predictions നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ this will have infinite density. Right, so you will have so much mass in zero volume, so this limit, in this limit, when volume goes to zero, we say that it has infinite density. Okay, അപ്പോൾ ഇവിടെയുള്ള സ്പേസ് ടൈം കർവേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് സോ ഹ്യൂജ് ദാറ്റ് നത്തിങ് ക്യാൻ എസ്കേപ്പ്. റൈറ്റ്. അപ്പോൾ ഈ സ്റ്റാറിന് ചുറ്റും അല്ലെങ്കിൽ ഈ കൊളാപ്സ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന സിറ്റുവേഷൻ ചുറ്റും ഒരു ഇവന്റ് ഹൊറൈസൺ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രകാശത്തിന് പോലും പുറത്തെടുക്കാൻ കഴിയില്ല. നത്തിങ് ക്യാൻ എസ്കേപ്പ്. നമ്മൾ ഇപ്പോൾ ഇവന്റ് ഹൊറൈസൺ എന്ന് പറഞ്ഞ പോയിന്റ്, ഈ പോയിന്റ് ഓഫ് നോ റിട്ടേൺ, ഒരു പോയിന്റ് കടന്നു കഴിഞ്ഞാലാണ് പിന്നെ പുറത്തേക്ക് വരാൻ കഴിയാത്ത ഈ പോയിന്റ് ഓഫ് നോ റിട്ടേണിനാണ് ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്നത്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു പ്രഡിക്ഷൻ ആണ് ബ്ലാക്ക് ഹോളിന്റെ എക്സിസ്റ്റൻസ്. റൈറ്റ്. പക്ഷെ ബ്ലാക്ക് ഹോളിന്റെ എക്സിസ്റ്റൻസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവിടെ പ്രഡിക്റ്റ് ചെയ്യുന്ന വേറൊരു കാര്യം ആ തിയറിയുടെ തന്നെ ബ്രേക്ക് ഡൗൺ ആണ്. കാരണം ഇൻഫിനിറ്റ് ഒരു സിംഗുലാരിറ്റി ആണെന്നാണ് ജനറൽ തിയറി പറയുന്നത്. റൈറ്റ്. അത് ഇൻഫിനിറ്റ് ഡെൻസിറ്റി, ഇൻഫിനിറ്റ് കർവേച്ചർ. പക്ഷെ ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ് ഡെൻസിറ്റിയിലേക്ക് പോകില്ല, ഇൻഫിനിറ്റ് കർവേച്ചറിലേക്ക് പോവുക എന്ന് പറയുന്നത് ആക്ച്വലി ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അപ്ലിക്കബിൾ അല്ല എന്നാണ് കാണിക്കുന്നത്. ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഡെൻസിറ്റി പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി ദിസ് മീൻസ് ദാറ്റ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മേക്ക് സം സോർട്ട് ഓഫ് വാട്ട് ഈസ് എ ബാഡ് പ്രഡിക്ഷൻ അറ്റ് ദിസ് പോയിന്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. സിംഗുലാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു പ്രശ്നമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. better theories വരുമ്പോൾ maybe we'll get more idea about what these singularities in general theory of relativity actually are. Okay, അപ്പോൾ general theory of relativity ഒരു prediction ആണ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഹോൾസ് ഉണ്ട് നമുക്കറിയാം. ബ്ലാക്ക് ഹോൾസ് പ്രകാശത്തിന് പോലും പുറത്തു വരാൻ കഴിയില്ലെങ്കിലും പല സിറ്റുവേഷനിലും ഈ ബ്ലാക്ക് ഹോൾ അതിന് ചുറ്റുമുള്ള പല സാധനങ്ങളും വലിച്ചടിപ്പിക്കുന്ന സമയത്തുള്ള റേഡിയേഷൻസ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ഇതിൽ നിന്ന് ബ്ലാക്ക് ഹോളിന്റെ എക്സിസ്റ്റൻസ് ഇന്ന് നമുക്ക് ബ്ലാക്ക് ഹോളിന്റെ എക്സിസ്റ്റൻസ് കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് കുറച്ച് വർഷം മുമ്പാണ് ബ്ലാക്ക് ഹോളിന്റെ ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പത്രവാർത്ത കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഇങ്ങനെ രണ്ട് സിറ്റുവേഷനിലെ ബ്രേക്ക് ഡൗൺ, സ്വന്തം തിയറിയുടെ ബ്രേക്ക് ഡൗൺ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇതുപോലെ സ്റ്റാറിന്റെ കൊളാപ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് നമ്മൾ നേരത്തെ ബിഗ് ബാങ്ങിനെ കുറിച്ച് പറഞ്ഞു. ബിഗ് ബാങ് എന്ന് പറയുന്ന സിറ്റുവേഷനും ഈ രീതിയിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഇൻഫിനിറ്റ് ഡെൻസിറ്റി ഉള്ള ഒരു സിറ്റുവേഷനാണ്. റൈറ്റ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് കർവേച്ചറും ഇൻഫിനിറ്റ് ഡെൻസിറ്റി ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഇൻഫിനിറ്റി പ്രഡിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നുണ്ട്. റൈറ്റ്, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാണ്ടം തിയറി കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒഴിവായി പോകുന്നുള്ളതാണ്. Right, so it actually these things mean that general theory of relativity, we have actually encountered a situation where the general theory of relativity itself breaks down. Okay,
ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആക്ച്വലി മാത്തമാറ്റിക്കലി വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, നമുക്ക് സോൾവ് ചെയ്യാനൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്, ഐൻസ്റ്റൈൻസ് ഫീൽഡ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് നമ്മൾ ഈ ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ പല അസംഷൻസ് എടുക്കേണ്ടി വരും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അസംഷൻ എടുക്കുന്നതിലുള്ള പ്രശ്നം കൊണ്ടാണ് സിംഗുലാരിറ്റി എന്ന പ്രഡിക്ഷൻ വരുന്നതെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ റോജർ പെൻറോസ് എന്ന് പറഞ്ഞ ഫിസിസിസ്റ്റ്, മാത്തമാറ്റീഷ്യൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫിസിസിസ്റ്റ് എന്ന് പറയാം, ഇദ്ദേഹം പ്രൂവ് ചെയ്ത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു നെസസറി ഫീച്ചർ ആണെന്നുള്ളതാണ്. അതായത് നമ്മൾ എങ്ങനെ നോക്കിയാലും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒരു സിംഗുലാരിറ്റി പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് we know of a situation where the general theory of relativity actually fails, but we don't have a better theory yet. Right? അതുപോലെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്റ്റീഫൻ ഹോക്കിംഗ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ബ്ലാക്ക് ഹോളിനെ കുറിച്ചൊക്കെ വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം ഇതാണ്. ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് പ്രകാശത്തിന് പോലും പുറത്തേക്ക് വരാൻ കഴിയില്ലെങ്കിലും they will also eventually evaporate and vanish. അതായത് ബ്ലാക്ക് ഹോൾസിന് വളരെ ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ട്, അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ അത് ഇവാപ്പറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകുമെന്ന് പറയുന്നുണ്ട്. റൈറ്റ്, പക്ഷെ അതിന് വളരെയധികം കാലം എടുക്കും. കാരണം ബ്ലാക്ക് ഹോൾസിന്റെ ടെമ്പറേച്ചർ എന്ന് വളരെ കുറഞ്ഞ ടെമ്പറേച്ചറാണ്, അതിന് ചുറ്റുമുള്ള ഇതിനേക്കാളും വളരെ കുറഞ്ഞ ടെമ്പറേച്ചറാണ്. പക്ഷെ നമ്മൾ ആവശ്യത്തിന് സമയം കാത്തിരിക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ഹോളുകളും ബാഷ്പീകരിച്ച് ഇല്ലാതായി പോകുമെന്ന് ഹോക്കിംഗ് ഒരു പ്രൊഡിക്ഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അല്ലെ ഹോക്കിംഗ് ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. റൈറ്റ്, ഇക്കാര്യവും ഇത് എന്താണ് ഹോക്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു. നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റൈറ്റ്, ഒരു സെലിബ്രിറ്റി സയന്റിസ്റ്റ് ആയിരുന്നു. റൈറ്റ്, അപ്പൊ ഇപ്പോഴും നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് ഗ്രാവിറ്റിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം തിയറിയാണ്. നമുക്കറിയാം ക്വാണ്ടം തിയറിയാണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള തിയറി. യൂണിവേഴ്സ് ഇസ് ഫണ്ടമെന്റലി ക്വാണ്ടം മെക്കാനിക്കൽ. ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, ഷ്രോഡിംഗർ ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത്. റൈറ്റ്, അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ തിയറിയാണ്. അതായത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുള്ള കാര്യങ്ങൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഇല്ല. ഓക്കെ, അപ്പം ക്വാണ്ടം മെക്കാനിക്സ് ആണല്ലേ, ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള തിയറി എങ്കിൽ ഗ്രാവിറ്റിയെക്കുറിച്ചും ഒരു ക്വാണ്ടം മെക്കാനിക്കൽ തിയറി നമുക്ക് ആവശ്യമാണ്. നമ്മൾ ബാക്കി ഫണ്ടമെന്റൽ ഫോഴ്സസ് നോക്കുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് ക്വാണ്ടം തിയറി ഉണ്ട്. വീക്ക് ഫോഴ്സ് ആണെങ്കിലും സ്ട്രോങ് ഫോഴ്സ് ആണെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിലും ഇതിൻ്റെ എല്ലാം ക്വാണ്ടം തിയറി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്രാവിറ്റിയുടെ കാര്യത്തിൽ മാത്രം ഇതുവരെ അത് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഇത്തരം എക്സ്ട്രീം സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യുന്ന ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി ഇന്ന് നമുക്ക് ഇല്ല. പീപ്പിൾ ആർ സ്റ്റിൽ ട്രൈങ് ടു ഡെവലപ്പ് ദിസ് ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ സിംഗുലാരിറ്റിയെ കുറിച്ചും അതുപോലെ നമ്മുടെ യൂണിവേഴ്സിന്റെ ബിഗിനിങ്ങിനെ കുറിച്ചും ഒക്കെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ കണ്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, വിത്തൗട്ട് എനി മാത്തമാറ്റിക്സോ വിത്തൗട്ട് എനി സീരിയസ് തിയറി. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറൽ തിയറി പ്രിൻസിപ്പിൾ ഓഫ് ഈക്വലൻസ് എന്താണെന്ന് കണ്ടു, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്താണെന്ന് ഒരു ഓവർവ്യൂ കണ്ടു, ഗ്രാവിറ്റി ഒരു ഫോഴ്സ് അല്ല എന്ന് മനസ്സിലാക്കി, ഗ്രാവിറ്റിയെ കുറിച്ച് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് സ്പേസ് ടൈമിന്റെ കർവേച്ചർ ആണ് എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. റൈറ്റ്, അതുപോലെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പ്രഡിക്ഷൻസിനെ കുറിച്ച് സംസാരിച്ചു, അതൊക്കെ ടെസ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ സ്റ്റെല്ലാർ റിവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്താണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്താണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടു. റൈറ്റ്, സോ അടുത്ത നമുക്ക് കോസ്മോളജി ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ വിൽ കൺക്ലൂഡ് ഫോർ ദ മൊമെന്റ്. താങ്ക് യു.